Hey everyone, it's me Nihal Jabin and we are back again with another series. And ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തത് അതായത് 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 35 ക്വസ്റ്റ്യൻ കഴിഞ്ഞ സീരീസുകളിലായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ദ ക്രിട്ടിക്കൽ വർക്ക് ന്യൂ ബെയറിംഗ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി ആരുടെ വർക്ക് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ആരുടെ വർക്കാണ്? എഫ്.ആർ. ലീവിസ്, വില്യം എംസൺ, സിസിൽ ഡെ ലൂയിസ്, പിന്നെ ഡേവിഡ് ഡേച്ചസ്. അങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശരി ഉത്തരം ഏതാണ്? നിങ്ങൾ തന്നെ പറയൂ. എഫ്.ആർ. ലീവിസ് ആണ്. എഫ്.ആർ. ലീവിസ് ആണ്. അദ്ദേഹത്തിന്റെ ന്യൂ ബെയറിംഗ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്നത് 1932 ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അത് അന്നത്തെ ഒരു ലേറ്റ് ഇംഗ്ലീഷ് വിക്ടോറിയൻ പോയട്രി അറ്റാക്ക് ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു. കൂടാണ്ട് ടി.എസ്. എലിയറ്റിന്റെയും എസ്ര പൗണ്ടിന്റെയും കൂടാണ്ട് ജി.എം. ഹോപ്കിൻസ്, ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് അങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട മോഡേണിസ്റ്റിക് റൈറ്റേഴ്സിന്റെ വർക്ക്സുകളെ കൂടി പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു. അവരുടെ വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കൂടി പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു ന്യൂ ബെയറിംഗ്സ് എന്ന് പറയുന്നത്. കൂടാണ്ട് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് വിറ്റ് ആണ്. വിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ആൻഡ് വിറ്റ് ആൻഡ് ദ പ്ലേ ഓഫ് ഇന്റലക്ട് റാദർ ദാൻ ലേറ്റ് റൊമാൻറ്റിക് സെൻഷ്യസ്നെസ്. സോ അത്തരത്തിലുള്ള ഒരു അപ്രോച്ചിൽ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു എന്തെന്ന് പറയുന്നത് ന്യൂ ബെയറിംഗ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് എന്തെല്ലാം വർക്കുകൾ കാണാൻ പറ്റും? വി ക്യാൻ സീ ദ വർക്ക്സ് ഓഫ് ഹോപ്കിൻസ്, യീറ്റ്സ് കാണാൻ പറ്റും, എലിയറ്റ് ഉണ്ട്, എസ്ര പൗണ്ട് ഉണ്ട്, റൊണാൾഡ് ബോട്രാൾ ഉണ്ട്. ആൻഡ് കൂടാണ്ട് ഇപ്പോഴത്തെ അന്നത്തെ മോഡേൺ പോയട്രിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ന്യൂ അച്ചീവ്മെന്റ്സിന് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രേറ്റ് വിറ്റ്സ് ആർ ഷ്യൂർ ടു മാഡ്നസ് നിയർ എ ലീഡ് ആൻഡ് തിൻ പാർട്ടീഷൻസ് ദെയർ ബൗണ്ട്സ് ഡിവൈഡ്. ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ് വിറ്റ്സ് ആർ ഷ്യൂർ ടു മാഡ്നസ് നിയർ എ ലീഡ്, പിന്നെ all thin partitions their bounds divide. താഴെ പറയുന്ന ഏത് പുസ്തകങ്ങളിലാണ് ഇത് വന്നിരിക്കുന്നത്? 4 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. റിലീജിയോ ലൈസി, കൂടാണ്ട് ദ മെഡൽ, അബ്സാലം ആൻഡ് അക്കിറ്റഫൽ, പിന്നെ മാക്ഫ്ലക്നോ. 4 ഓപ്ഷൻസ് തന്നല്ലോ. ഏതിലാണ് ഇത് വരുന്നത്? നിങ്ങളൊന്ന് പറയൂ. ഡ്രൈഡന്റെ ഒരു പുസ്തകത്തിലാണ്. ഡ്രൈഡന്റെ ഏത് പുസ്തകമാണ് ഇവിടെ വന്നിരിക്കുന്നത്? അബ്സാലം ആൻഡ് അക്കിറ്റഫലിൽ നിന്നുള്ളൊരു വർക്കാണ് ഇതെന്ന് പറയുന്നത് അല്ലെ. അതിൽ നിന്ന് വരുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ലൈനാണ് ഗ്രേറ്റ് വിറ്റ്സ് ആർ ഷ്യൂർ ടു മാഡ്നസ് നിയർ എ ലീഡ് ആൻഡ് തിൻ പാർട്ടിഷൻസ് ദെയർ ബൗണ്ട് ഡിവൈഡ്. ഇത് അതിൽ നിന്ന് വരുന്നതാണ്. സോ അബ്സാലം ഓഫ് ദ അവിടെ അബ്സാലമിന്റെ റിബല്യൻ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. ആൻഡ് ഇറ്റ്സ് സെറ്റ് അഗെയിൻസ്റ്റ് കിങ് ഡേവിഡ്. അവിടെ സിസക് എന്ന് പറയുന്ന ഒരു there is actually this plot and അവിടെ ഒരു മോൺമൗത്ത് റിബല്യൻ ഉണ്ടായിരുന്നു, പിന്നെ ചില ക്രൈസിസുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് ആസ് യു ഓൾറെഡി നോ ഇറ്റ്സ് ആക്ച്വലി എ പൊളിറ്റിക്കൽ ക്രൈസിസ് ഇൻ 2 പാർട്സ്. ഫസ്റ്റ് പാർട്ട് 1681 സെക്കൻഡ് പാർട്ട് എന്താണ് 1682 വരുന്നത്. അത് സെക്കൻഡ് പാർട്ട് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് നെഹം ടേറ്റ് ആണ്. ആൻഡ് അവിടെ ഒരു ലൈൻ ഉണ്ട്, ഗ്രേറ്റ് വിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻസ് ആക്ച്വലി അന്നത്തെ ഏൾ ഓഫ് ഷാറ്റ്സ്ബറിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ലൈനാണ്. അദ്ദേഹത്തെയാണ് ഇതിൽ ആക്റ്റഫലായിട്ട് കാരിക്കേച്ചർ ചെയ്ത് വച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, സോ അബ്സാലം ആൻഡ് അക്കിറ്റഫൽ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസുകളും ഇതോടുകൂടെ നമ്മുടെ മനസ്സിൽ വരണം. അത് എന്തിലാണ് എഴുതിയിരിക്കുന്നത്? ഹീറോയിക് കപ്ലെറ്റ്സിലാണ് എഴുതിയിരിക്കുന്നത്. കൂടാണ്ട് അലീഗരിക്കൽ വർക്കാണ്. അന്നത്തെ എക്സ്ക്ലൂഷൻ ക്രൈസിസ് ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കിങ് ചാൾസ് സെക്കൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്ലോട്ടാണ്. അന്നത്തെ പോപ്പിഷ് പ്ലോട്ടിനെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഓർത്ത് വെക്കണം. ആൻഡ് ഇതൊരു സറ്റയർ ആണെന്ന്, അത് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു ആസ്പെക്ട്സ് ഇതിനെ കുറിച്ചുള്ള നമ്മൾ നോട്ടീസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കൂടാണ്ട് നെഹം ടേറ്റിന്റെ ആ സെക്കൻഡ് പാർട്ട് കോൺട്രിബ്യൂഷനും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ, ബിബ്ലിക്കൽ അല്യൂഷൻ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. ഓക്കെ, 38. ജോർജ് മെറിഡിത്ത് ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് ലിവ് ഡ്യൂറിംഗ് ദ ഡാഷ്. ജോർജ് മെറിഡിത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പോയറ്റും നോവലിസ്റ്റും ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. പോസ്റ്റ് വാർ പീരിയഡ്, ഇന്റർവാർ പീരിയഡ്, ജോർജിയൻ എറ, പിന്നെ വിക്ടോറിയൻ പീരിയഡ്. ഓക്കെ, അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു റൈറ്റർ ആണ്? അദ്ദേഹം ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്, പോയറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഏത് കാലഘട്ടത്തിൽ നിന്നുള്ളതാണ്? വിക്ടോറിയൻ എറയിൽ നിന്നുള്ള ഒരു റൈറ്റർ ആണ് അദ്ദേഹം എന്ന് പറയുന്നത്.
ആൻഡ് ഭയങ്കരമായിട്ട് ജോൺ കീറ്റ്സിന്റെ പോയട്രിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അങ്ങനെ അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ദ ഓർഡിയൽ ഓഫ് റിച്ചാർഡ് ഫെവറൽ, പിന്നെ ദ ഈഗോയിസ്റ്റ്, പിന്നെ കൂടാണ്ട് ഡാന ഓഫ് ദ ക്രോസ് വേസ് പോലെയുള്ള സുപ്രധാനമായിട്ടുള്ള ഒരുപാട് നോവലുകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് നോമിനേഷൻസ് ഏതാണ്ട് 7 ടൈംസോളം പോയിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടുള്ളതായിട്ട് രേഖയില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ടതാണ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഇദ്ദേഹം ഒരു വിക്ടോറിയൻ നോവലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ആൻഡ് കൂടാണ്ട് ഇദ്ദേഹം ഒരു ട്രാൻസിഷണൽ ഫിഗറും കൂടെയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു ഏർലി ലിറ്റററി വിക്ടോറിയൻ കൺവെൻഷൻസിൽ നിന്ന് കുറച്ചും കൂടെ മോഡേണിസ്റ്റിക് പ്രീയോക്യുപ്പേഷൻസിലേക്കും എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ദ ക്യാരക്ടർ സൈക്കോളജി, മോഡേൺ സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ആ ഒരു നോവലിന്റെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഇതുമായിട്ട് ആസ്പെക്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രാൻസിഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് അദ്ദേഹത്തിന്റെ ആ ഒരു പല കാലഘട്ടങ്ങളിലായിട്ടുള്ള നോവൽസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസിഷണൽ ടേൺ നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെ കാണാൻ സാധിക്കും. സോ വിക്ടോറിയൻ എറയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അടുത്തത്, which romantic prose writer wrote imaginary conversations drawing upon a vast array of historical characters? ഏത് റൊമാൻറ്റിക് പ്രോസ് റൈറ്റർ ആണ് ഇമാജിനറി കോൺവെർസേഷൻസ് എന്ന് പറയുന്ന ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്? അതെന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? ഒരുപാട് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇമാജിനറി കോൺവെർസേഷൻസ് വരുന്നത്. അപ്പൊ താഴെ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ലെയ് ഹണ്ട്, വാൾട്ടർ സാവേജ് ലാൻഡർ, പിന്നെ വില്യം ഹാസ്ലിറ്റ്, കൂടാണ്ട് ജോൺ ലോക്ക്ഹാർട്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ശരി ഉത്തരം ഏതാണ്? വാൾട്ടർ സാവേജ് ലാൻഡർ ആണ്. വാൾട്ടർ സാവേജ് ലാൻഡറിന്റെയാണ് ഇമാജിനറി കോൺവെർസേഷൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയറ്റും റൈറ്ററും ആക്ടിവിസ്റ്റും ഒക്കെ ആയിരുന്നു. കൂടാണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു പോം ഉണ്ട്, റോസ് എയ്മർ, അതായത് AYLMER എന്നാണ് സ്പെല്ലിംഗ്. അത് വളരെ ഫേമസ് ആണ്. ആൻഡ് കൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇമാജിനറി കോൺവെർസേഷൻസ് എന്ന് പറയുന്ന ഒരു വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും സെലിബ്രേറ്റഡ് പ്രോസ് വർക്ക് ആണ്. ആൻഡ് ഒരുപാട് ഡെഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഡയലോഗ്സിന്റെ രൂപത്തിലാണ് ഇതിലൊരു പ്രധാന കോൺവെർസേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആ ഒരു ക്ലാസിക്കൽ ടൈംസിലെ പോലെ തന്നെ. അപ്പോൾ അതിന്റെ ഒരു എക്സാക്ട് റിവൈവൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ പണ്ടത്തെ ഡെഡ് ആയിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററിക്കൽ ക്യാരക്ടേഴ്സിനെ വിളിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അവിടെ അദ്ദേഹം ക്ലാസിക്കൽ ഗ്രീസിലെയും റോമിലെയും മറ്റ് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെയും കണ്ടംപററി റൈറ്റേഴ്സിനൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കൺവേഴ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് അദ്ദേഹം അത് കൂടാണ്ട് ഒരുപാട് ലിറിക്സും എപ്പിഗ്രാംസും മറ്റു ജാൻറയിലുള്ള പോയട്രിയൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. റോസ് എയ്മർ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു പോമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എവർലാസ്റ്റിംഗ് നോ ആൻഡ് എവർലാസ്റ്റിംഗ് യ ആർ ക്യാരക്ടേഴ്സ് ഇൻ ഡാഷ്. എവർലാസ്റ്റിംഗ് നോ, എവർലാസ്റ്റിംഗ് യ ഏത് വർക്കിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ആണ്? സാറ്റർ റിസോർട്ടസ്, ഓൺ ഹീറോസ്, ഹീറോ വർഷിപ്പ് ആൻഡ് ദ ഹീറോയിക് ഇൻ ഹിസ്റ്ററി, പിന്നെ സയൻസ് ഓഫ് ദ ടൈംസ്, പാസ്റ്റ് ആൻഡ് പ്രസന്റ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഏത് വർക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്? ഏത് വർക്കിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ആണ് എവർലാസ്റ്റിംഗ് നോ, എന്നേക്കും നീളുന്ന നോ, എന്നേക്കും നീളുന്ന യെസ്? ആ ഒരു ക്യാരക്ടർ തന്നെ നോക്കൂ. നിങ്ങൾക്ക് പരിചയമുള്ള ഏത് വർക്കിൽ നിന്നാണ് ഇത് വരുന്നത്? ശരിയുത്തരം ഡെഫിനറ്റ്ലി സാർട്ടർ റിസോർട്ടസ്. സാർട്ടർ റിസോർട്ടസ് അല്ലെ? നിങ്ങൾക്കറിയാവുന്ന ഒരു വർക്കാണ്. ആരുടെ വർക്കാണ്? തോമസ് കാർലൈന്റെ വർക്കാണ് അല്ലെ? അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ഹെർ ട്യൂഫെൽഡ്രോക്ക് ഇൻ 3 ബുക്സ് എന്നാണ്. ആൻഡ് അത് ഫ്രേസേഴ്സ് മാഗസിനിൽ സീരിയൽ പബ്ലിക്കേഷൻ ആയിട്ടാണ് ആദ്യം വരുന്നത്. പിന്നീട് അത് ലേറ്റർ 1831 പബ്ലിക്കേഷൻ. ഓക്കെ, അത് പിന്നീട് ആദ്യം സീരിയൽ പബ്ലിക്കേഷൻ ആയിരുന്നു, നവംബർ 1833 to 1834 പിന്നീട് അത് ഒറിജിനൽ വർക്ക് ആയിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഓക്കെ, ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് പാരഡി ഉണ്ട്. ആൻഡ് എന്തിനാ പാരഡൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജർമ്മൻ പാരഡി ഓഫ് ഹെഗൽ എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് ഫിലോസഫർ ഉണ്ടായിരുന്നു. അപ്പം ഹെഗലിന്റെ ഒരു പാരഡിയും ഇവിടെ കാണാൻ സാധിക്കും. കൂടാണ്ട് അവിടെ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയലിസത്തെയും ഇതിൽ പാരഡൈസ് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പൊ അതിലുള്ള 2 ക്യാരക്ടർ റെപ്രസെന്റേഷൻസ് ആണ്
എവർലാസ്റ്റിംഗ് യാ ആൻഡ് എവർലാസ്റ്റിംഗ് നോ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് സാറ്റർ റിസോർട്ടസ് എന്ന് പറയുന്നത് പൊതുവെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് ടൈലർ റീടൈലർഡ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടൈലർ റീപാച്ച്ഡ് അല്ലെങ്കിൽ ടൈലർ പാച്ച്ഡ് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്, ദ ടൈലർ ഡൺ ഓവർ. അത് 1785 ഓൾറെഡി പബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസ് ചെയ്യുക. ആൻഡ് അതിന്റെ പ്ലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. കൂടാണ്ട് വരുന്ന തീംസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ എവർലാസ്റ്റിംഗ് യാ ആൻഡ് എവർലാസ്റ്റിംഗ് നോ ആർ കമ്മിങ് ഫ്രം സാറ്റർ റിസോർട്ടസ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു ഫിക്ഷണൽ ജർമ്മൻ ഫിലോസഫറിനെ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഡയോജനസ് ടിഫൽഡോക്ക് ആണ്. അദ്ദേഹമാണ് ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ക്ലോത്ത്സ് ദെയർ ഒറിജിൻ ആൻഡ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിന്റെ ഒരു ഓതർ ഇദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വ്യൂവർ ഉണ്ട്, അവിടെ റിവ്യൂവർ ഉണ്ട്, ലൈക്ക് ദ എഡിറ്റർ എന്ന അദ്ദേഹത്തിന്റെ പേര്. സോ ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എവർലാസ്റ്റിംഗ് യാ ആക്ച്വലി ഗോഡിലുള്ള ഫെയ്ത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. എവർലാസ്റ്റിംഗ് നോ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഗോഡിനെതിരെയുള്ള ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഗോഡിനോടുള്ള ഓപ്പോസിഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സാറ്റർ റിസോർട്ടസിൽ നറേറ്റർ ആക്ച്വലി എവർലാസ്റ്റിംഗ് നോയിൽ നിന്ന് എവർലാസ്റ്റിംഗ് യായിലേക്ക് ഉള്ള ഒരു യാത്രയാണ് ത്രൂ ദ സെന്റർ ഓഫ് ഇൻഡിഫറൻസ്, ആൻഡ് ഇറ്റ് പോസസ് എ പൊസിഷൻ ഓഫ് അഗ്നോസ്റ്റിസിസം ആൻഡ് ഡിറ്റാച്ച്മെന്റ്. അത്തരത്തിലുള്ള രൂപത്തിലുള്ള ഒരു പ്രയാണം നടത്തുന്ന ഒരു കഥയാണ് സാറ്റർ റിസോർട്ടസ്. അടുത്ത ക്വസ്റ്റ്യൻ, Who wrote the Book of Martyrs, which is a record of killing of Queen Mary? മാർട്ടിയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം ആരെഴുതിയിട്ടുള്ളതാണ്? wrote the Book of Martyrs, which is a record of killing of Queen Mary. ക്വീൻ മേരിയുടെ ഒരു കൊല്ലപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു വർക്ക് ആരുടേതാണ്? 4 ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജോർജ് മെറഡിത്ത്, റിച്ചാർഡ് ഹുക്കർ, ഇസാക് വാൾട്ടൺ ആൻഡ് ജോർജ് ഫോക്സ്. ഫോക്സസ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് അഥവാ ദ ആക്ട്സ് ആൻഡ് മോണുമെന്റ്സ് എന്ന് പറയുന്ന ഒരു വർക്കാണ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് 1563 വന്നിട്ടുള്ള ഒരു വർക്കാണ്. ആരുടെ വർക്കാണ്? ജോൺ ഫോക്സിന്റെയാണ്. ജോർജ് ഫോക്സ് അല്ല, ജോൺ ഫോക്സിന്റെയാണ്. ഓക്കെ, സോ ഇദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് പബ്ലിഷ് ചെയ്തതോടുകൂടി അതിലൂടെ ഇദ്ദേഹം അന്നത്തെ ആ ഒരു മാർട്ടിയറോളജിയും കൂടാണ്ട് പ്രൊട്ടസ്റ്റന്റ് ഹിസ്റ്ററിയൊക്കെ അതിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കൂടാണ്ട് അന്നത്തെ കാത്തലിക് ചർച്ചിന്റെ കീഴിലുണ്ടായിരുന്ന ഒരുപാട് പ്രൊട്ടസ്റ്റന്റ്സിന്റെ സഫറിങ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു പോളമിക്കൽ അക്കൗണ്ട് കൂടെയാണത്. കൂടാണ്ട് അന്നത്തെ ഇംഗ്ലണ്ടിന്റെയും സ്കോട്ട്ലൻഡിന്റെയും സാഹചര്യം ഇതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആൻഡ് that book was highly influential in those countries and it helped shape the popular notion of Catholicism as well. So ഈ the acts and monuments എന്ന് പറയുന്ന വർക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ആക്ട്സ് ആൻഡ് മോണുമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സുപ്രധാന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ജോൺ ഫോക്സ് ആണ്, ജോർജ് അല്ല. ഞാൻ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തോട്ടെ. ജോൺ ഫോക്സ് ആണ്. ഓക്കെ, FOXE എന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്കാണ് ദ ആക്ട്സ് ആൻഡ് മോണുമെന്റ്സ്. അതിന് പറയുന്ന മറ്റൊരു പേര് വെച്ച് അവിടെ ചോദിച്ചിരിക്കുന്നത് ലൈക്ക് ഫോക്സസ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ്. ഓക്കെ, പക്ഷെ ഫോക്സസ് ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്ന് കൊടുത്തില്ല. ഹു റോട്ട് ദ ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് ഹിസ്റ്ററിയും മാർട്ടിയോളജിയും കുറിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. അത് 1563 അതിന്റെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കംപ്ലീറ്റ് നെയിം എന്താണ്? ആക്ട്സ് ആൻഡ് മോണുമെന്റ്സ് ഓഫ് ദീസ് ലാറ്റർ ആൻഡ് പെറിലിയസ് ഡേയ്സ് ടച്ചിങ് മാറ്റേഴ്സ് ഓഫ് ദ ചർച്ച് എന്നുള്ളതാണ് അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് അതിൽ 4 എഡിഷൻസിലായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് അബ്രിജ്മെന്റ്സ് ഒക്കെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ചിലതൊക്കെ സ്പെസിഫിക്കലി ബുക്ക് ഓഫ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ട് ഒരു റെഡ്യൂസ്ഡ് എഡിഷൻ വരികയായിരുന്നു. ഓക്കെ, ഓൾറൈറ്റ്. വെൽ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പ് ഞാൻ അനോട്ടേഷൻസ് ഒന്ന് റിമൂവ് ചെയ്തോട്ടെ. The House of Life is a collection of 101 sonnets by who? The House of Life എന്ന് പറയുന്നത് 101 സോണറ്റ്സിന്റെ ഒരു കളക്ഷൻ ആണ്. ബൈ വിച്ച് 19th century painter or poet? ഏത് 19th century പെയിന്റർ അല്ലെങ്കിൽ പോയറ്റിന്റെ ഒരു വർക്ക് ആണ് ഹൗസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന 101 സോണറ്റ്സിന്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്? വില്യം ബ്ലേക്ക്, AC സ്വൈൻബേൺ, DG റോസറ്റി, കൂടാണ്ട് വില്യം മോറിസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശരി, ഇതിൽ എന്താണ്? റോസറ്റി, നമ്മുടെ DG റോസറ്റി.
ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി. അദ്ദേഹത്തിൻ്റെയാണ് ഹൗസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൗസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു സോണറ്റ് കളക്ഷൻ 1876 വന്നിട്ടുള്ളതാണ്. 20th സെഞ്ചുറിയിലെ വൺ ഓഫ് ദ ഇത് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വർക്ക്സ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഡിസ്കഷനാണ്. ലൈക്ക് എങ്ങനെയാണ് വിത്തൗട്ട് ഗോഡ് ലൈഫ് വിൽ ബി ട്രീറ്റഡ്, അല്ലെങ്കിൽ ലൈഫ് വിൽ കോൺസ്റ്റന്റ്ലി ബി മീനിങ്ലെസ് എന്നുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ ശരിയുത്തരം എന്താണ്? റോസറ്റിയാണ്. DG റോസറ്റിയുടെ വർക്കാണ്. റോസറ്റ് അല്ല, റോസറ്റി. ഓക്കെ, DG റോസറ്റി, ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി നിങ്ങൾക്കറിയാം, പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ റോസറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏർലി ഫേസിലൊക്കെ ജോൺ കീറ്റ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിന്റെ ആ ഒരു സോണറ്റ് സീക്വൻസ് ആയിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഹൗസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ കോംപ്ലക്സ് ഇന്റർലിങ്കിങ് ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്സ്. എന്തിലുള്ള തോട്ട് ആൻഡ് ഫീലിംഗ്സ് ആണ്? ആൻഡ് ഇറ്റ്സ് ട്രൈങ് ടു ട്രേസ് ദ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിന്റെ വളരെ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടൊരു ഡെവലപ്മെന്റ് ആണ് ഇത് ട്രേസ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫ്ലഷി ആസ്പെക്റ്റുകളെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്കൂൾ ഓഫ് പോയട്രി, ഫ്ലഷി സ്കൂൾ ഓഫ് പോയട്രി എന്ന് റോബർട്ട് ബുക്കനൻ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കേസൊക്കെ ഉണ്ട്. ഒരു പക്ഷേ യു ഗൈസ് മൈ ബി അവെയർ ഓഫ് ദാറ്റ്. So, Rossetti is the right answer. പിന്നെ തോമസ് പെയിൻസ് The Rights of Man is a reply to Dash. തോമസ് പെയിനിന്റെ Rights of Man ആർക്കുള്ള ഒരു റിപ്ലൈ ആണ്, റെസ്പോൺസ് ആണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ലെവിയാത്തൻ, A View of Present State of Ireland, കൂടാണ്ട് The Wounds of Civil War, കൂടാണ്ട് Reflection on the Revolution of France. ഇപ്പൊ ഈ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലേതാണ് ശരി ഉത്തരം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. As you already know, the right answer is എന്തിനെതിരെയായിരുന്നു? തോമസ് പെയിനിന്റെ റൈറ്റ്സ് ഓഫ് മാൻ എന്തിനുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു? It's actually an attack on reflection on the revolution of France. On the revolution in France ആണ്. ഓക്കെ, എഡ്മണ്ട് ബർക്കിന്റെ വർക്ക് ആണ് റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന് പറയുന്നത്. അതൊരു പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ് ആയിരുന്നു. ആൻഡ് ഇദ്ദേഹം അവിടെ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന് പറയുന്ന വർക്കിലൂടെ ഇദ്ദേഹം ഒരു അന്നത്തെ ആ ഒരു അൺറിട്ടൺ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു സമയമാണ്. സോ ആ ഒരു സമയത്ത് ഈ ഫ്രഞ്ച് റെവല്യൂഷനും ആ ഒരു അൺറിട്ടൺ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിനെ ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് കൂടാണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സും അവിടെയുള്ള ആ ഒരു ഫ്രാൻസിലെ പല ഇവന്റ്സിന്റെ ഇന്റർപ്രിറ്റേഴ്സുമായിട്ട് ഒരു ആർഗ്യുമെന്റിൽ ഇദ്ദേഹം ഏർപ്പെടുന്നുണ്ട്. സോ അന്നത്തെ ഫ്രഞ്ച് റെവല്യൂഷനെതിരെയായിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്റലക്ച്വൽ അറ്റാക്സ് ആയിട്ട് നമ്മൾ റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻസ് ഇൻ ഫ്രാൻസ് ബൈ എഡ്മണ്ട് ബർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനെതിരെ ഒരു അറ്റാക്ക് ആയിട്ട് വന്നതാണ് തോമസ് പെയിനിന്റെ റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ഇതിൽ ഇദ്ദേഹം എന്താണ് പറയുന്നത്? പോപ്പുലർ പൊളിറ്റിക്കൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് പെർമിസിബിൾ ആണ് when a government does not safeguard the natural rights of its people. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തിന്റെ റെവല്യൂഷന് പോയി എന്ന് എഡ്മണ്ട് ബർക്ക് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയണം അത് പറ്റും. പറ്റുന്നത് കാരണം എന്താണ്? നിങ്ങൾക്ക് സേഫ് ഗാർഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് പോകും എന്നുള്ള രൂപത്തിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് വർക്കാണ്. ആദ്യം എഡ്മണ്ട് ബർക്കിന്റെ വന്നു, തൊട്ടടുത്ത വർഷം തന്നെ 1790 എഡ്മണ്ട് ബർക്കിന്റെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത വർഷം തന്നെ റൈറ്റ്സ് ഓഫ് മാനിന്റെ വർക്ക് വന്നു. ഓക്കെ, ആൻഡ് റൈറ്റ്സ് ഓഫ് മാൻ ആക്ച്വലി 2 പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് പാർട്ട് 1791 സെക്കൻഡ് പാർട്ട് 1792. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻസ് ഇൻ ഫ്രാൻസ് ആണ്
ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് പെയിൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷന്റെ വലിയൊരു സപ്പോർട്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അതിനെ ജസ്റ്റിഫൈ ചെയ്ത് എഴുതണമായിരുന്നു. ആൻഡ് അന്നത്തെ ഈ ഒരു റവല്യൂഷൻ കോൺട്രവേഴ്സിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു എഡ്മണ്ട് ബർക്ക് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള എഡ്മണ്ട് ബർക്കിനെതിരെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു കൗണ്ടർ റവല്യൂഷണറി അറ്റാക്കിലൂടെ ഇദ്ദേഹം മറുപടി പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ അനോട്ടേഷൻസ് ഒന്ന് റിമൂവ് ചെയ്തോട്ടെ. Which of Kipling's poem is written in Cockney dialect? താഴെ പറയുന്ന ഏത് കിപ്ലിംഗ് പോം ആണ് കോക്നി ഡയലക്റ്റിൽ എഴുതിയിരിക്കുന്നത്? കോക്നി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഡയലക്റ്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഒരു പ്രാദേശിക ഭാഷ. ഇപ്പൊ മലയാളമാണ് കേരളത്തില്, പക്ഷേ സെയിം മലയാളമാണോ? തൃശ്ശൂർ മലയാളം ഉണ്ട്, മറ്റ് സ്ഥലങ്ങളിലുള്ള മലയാളം ഉണ്ട്, അങ്ങനെ 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 പല സ്ഥലത്തും പല പല മലയാളംസ് ആണുള്ളത്, അല്ലെ? അപ്പോൾ ഒരു പ്രാദേശികപരമായിട്ടുള്ള ഉച്ചാരണവും ചില വാക്കുകളും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോ ഇവിടെ ഏതാണ് ശരി ഉത്തരം? വൈറ്റ് മാൻസ് പഴയനാണോ, അല്ലെങ്കിൽ പക്ക് ഓഫ് ബുക്സ് ഹിൽ ആണോ, ഇഫ് ആണോ, ഫുസി വസി ആണോ? ആ പേര് തന്നെ ഉണ്ട് അവിടെ, ഫുസി വസി അല്ലെ? അത് 1892 വന്നിട്ടുള്ള ഒരു വർക്കാണ്. അത് ബറാക്സ് റൂം ബല്ലാഡ്സിന്റെ പാർട്ടായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ആൻഡ് അന്നത്തെ ഒരു നൊമാഡിക് ഹീറോ ആയിട്ടുള്ള ഹെഡഡോണ്ട എന്ന് പറയുന്ന ഒരു വാരിയേഴ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ആൻഡ് ദേ ആക്ച്വലി ഫോർ ദ ബ്രിട്ടീഷ് ആർമി. സോ ഫസി വസി എന്ന് പറയുന്നത് ആക്ച്വലി ബ്രിട്ടീഷ് സോൾജേഴ്സ് ഈ ഒരു ആഫ്രിക്കൻ ട്രൈബ്സിനെ, അവർക്ക് വൂളി ഹെയർ ഉണ്ടായിരുന്നു, അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ട്രൈബ്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടേം ആണ്. അത് വെച്ചിട്ടാണ് ഈ ഒരു പോം വന്നിരിക്കുന്നത്. സോ ദാറ്റ്സ് ആക്ച്വലി റിട്ടൺ ഇൻ കോക്നി ഡയലക്ട്. ഓക്കെ, കോക്നി ഡയലക്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ബെർണാഡ് ഷായുടെ ഒരു വർക്ക് ഉണ്ട്, ഏതാണെന്നറിയോ? പിഗ്മാലിയൻ. യു ഗൈസ് വിൽ നോ ദാറ്റ്. അതിൽ കോക്നി ഡയലക്ട് പറയുന്ന സ്ത്രീയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Let me change the slide. Okay. Marmion is a collection of poem by, ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, ഈസിയാണ്. മാർമിയൻ ആരുടെ വർക്കാണ്? ചാൾസ് ഡിക്കൻസ്, വാൾട്ടർ സ്കോട്ട്, തോമസ് ഹാർഡി, പിന്നെ ജോർജ് എലിയറ്റ്. ഈ 4 റൈറ്റേഴ്സിൽ ആരുടേതാണ് മാർമിയൻ എന്ന് പറയുന്ന പോം എന്ന് പറയുന്നത്? യു ഗൈസ് റിയലി നോ ദ ആൻസർ. മാർമിയൻ ഈസ് ആക്ച്വലി റിട്ടൺ ബൈ വാൾട്ടർ സ്കോട്ട്. അദ്ദേഹത്തിന്റെ പോം ആണ്. അതൊരു ഹിസ്റ്റോറിക്കൽ റൊമാൻസ് ആണ് ഇൻ വേഴ്സ്. ആൻഡ് അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ ടെയിൽ ഓഫ് ഫ്ലഡ് ആൻഡ് ഫീൽഡ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതിൽ 6 കാൻഡോസ് ഉണ്ട്, 6 കാണ്ഡങ്ങൾ, 6 ഭാഗങ്ങളുണ്ട്. ആൻഡ് അതിൽ ഓരോന്നിലും ഒരു ഇൻട്രൊഡക്ടറി എപ്പിസ്റ്റൽ ഉണ്ട്. ഈ 6 കാൻഡോസിൽ ഓരോന്നിലും തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ടറി എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കത്ത്, പിന്നെ കുറച്ച് കോപ്പിയസ് ആന്റിക്വറി നോട്ട്സ് ഉണ്ട്. അത് എൻഡ് ചെയ്യുന്നത് ബാറ്റിൽ ഓഫ് ഫ്ലോഡൻ എന്ന് പറയുന്ന ഒരു റെഫറൻസുമായിട്ടാണ് 1513. ഇറ്റ് കൺക്ലൂഡ്സ് വിത്ത് ബാറ്റിൽ ഓഫ് ഫ്ലോഡൻ. അപ്പോൾ 1513 നടന്നിട്ടുള്ള ഒരു സംഭവത്തെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ വാൾട്ടർ സ്കോട്ടിന്റെ മറ്റ് പ്രധാനപ്പെട്ട വർക്കുകൾ ശ്രദ്ധിക്കുക. അതിനു മുന്നേ പബ്ലിഷ് ചെയ്ത ലേ ഓഫ് ദ മിനിസ്റ്ററിലും ലേ ഓഫ് ദ ലാസ്റ്റ് മിനിസ്റ്ററിലും ലേഡി ഓഫ് ദ ലേക്കും അതുപോലെയുള്ള മറ്റ് വർക്ക്സുകളും കൂടെ ഇതിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. ഈ ഒരു സീരീസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വിൽ ബി മീറ്റിംഗ് അഗൈൻ in our next session. Till then, please take care. Have a great day ahead, everyone. Thank you so much. Hey everyone, welcome back to our discussion. And നമ്മൾ 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. ദ അഗ്നി ആൻഡ് എക്സ്റ്റസി എ ബയോഗ്രഫി ഓഫ് മൈക്കൽ ആഞ്ചലോ. ആരുടെ വർക്ക് ആണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആരുടെ വർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ബെർട്രൻഡ് റസൽ, ഒലിവർ ഗോൾഡ്സ്മിത്ത്, ചാൾസ് ലാംബ് ആൻഡ് ഇർവിംഗ് സ്റ്റോൺ. ശരി ഉത്തരം ഏതാണ്? ഇർവിംഗ് സ്റ്റോൺ ആണ്. ദ അഗ്നി ആൻഡ് എക്സ്റ്റസി എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് right here, let me mark it first of all. ഇർവിംഗ് സ്റ്റോൺ ആണ്. ഇർവിംഗ് സ്റ്റോൺ നിങ്ങൾക്ക് പൊതുവെ അറിയാം. ഇദ്ദേഹത്തിന്റെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള വർക്കുകളുണ്ട്. ലെറ്റ്സ് ഫോർ ലൈഫ്, ദ പാഷൻസ് ഓഫ് ദ മൈൻഡ്, ഡെപ്സ് ഓഫ് ഗ്ലോറി, ദ ഗ്രീക്ക് ട്രഷർ, ദ ഒറിജിൻ പോലെയുള്ള ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള വർക്കുകളുണ്ട്. ഇനി അഗ്നി ആൻഡ് എക്സ്റ്റസി എന്ന് പറയുന്നത് എന്താണ്? അതൊരു നോവലാണ്. എന്നാൽ അതേസമയം അതൊരു ബയോഗ്രഫിക്കൽ നോവലാണ്. ഓക്കെ, ആൻഡ് ഞാൻ ഇർവിംഗ് സ്റ്റോൺ ആണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇദ്ദേഹം ഏതാണ്ട് റോമിലും ഫ്ലോറൻസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് മൈക്കൽ ആഞ്ചലോയുടെ ഒരു കറസ്പോണ്ടൻസിനെ കുറിച്ചുള്ള ഒരു 495ഓളം ലെറ്റേഴ്സ്
ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. സോ അതിൽ നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസിലാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. സോ അതിൽ തന്നെ അദ്ദേഹം കുറെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കൂടാണ്ട് സ്റ്റോൺ എന്ന് പറയുന്ന റിവിങ് സ്റ്റോൺ ആക്ച്വലി കൊളാബറേറ്റഡ് വിത്ത് കനേഡിയൻ സ്കൾപ്ചർ സ്റ്റാൻലി ലൂയിസ്. അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റാൻലി ലൂയിസ് ആക്ച്വലി മൈക്കൽ ആഞ്ചലോയുടെ കാവിംഗ് ടെക്നിക്കും ടൂൾസും ഒക്കെ കുറെ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയായിരുന്നു. അങ്ങനെയുള്ള കുറെ സോഴ്സസും ഇൻസ്പിറേഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ട്ഷിപ്സും കൊളാബറേഷൻസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതിന്റെ ഒരു ലേ ഔട്ട് ഇദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇറ്റാലിയൻ ഹിസ്റ്ററി ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്തത് കാരണമായിട്ട് ഇറ്റാലിയൻ ഗവൺമെന്റ് സ്റ്റോണിന് ഒരുപാട് ഓണററി അവാർഡ്സ് ഒക്കെ ഇതിന്റെ പേരിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ വർക്ക് ശ്രദ്ധിക്കുക, ഇതൊരു ബയോഗ്രഫിക്കൽ ഹിസ്റ്റോറിക്കൽ നോവലാണ്. ആൻഡ് വർഷം ശ്രദ്ധിക്കുക, അത് 1961 ഒരു പബ്ലിക്കേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം വിച്ച് ലാംഗ്വേജ് ഡിഡ് ജോൺ വൈക്ലിഫ് ട്രാൻസ്ലേറ്റഡ് ദ ബൈബിൾ? വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഫ്രം വിച്ച് ലാംഗ്വേജ് ഡിഡ് ജോൺ വൈക്ലിഫ് ട്രാൻസ്ലേറ്റഡ് ദ ബൈബിൾ? ഏതൊക്കെയാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്? ലാറ്റിൻ, വൾഗേറ്റ്. ലാറ്റിൻ വൾഗേറ്റ് ആണോ? പിന്നെ ഹീബ്രു. ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഹീബ്രു, പിന്നെ ഗ്രീക്ക്, പിന്നെ ഓൾഡ് ഇംഗ്ലീഷ്. ശരി ഉത്തരം എന്താണ്? അദ്ദേഹവും വൈക്ലിഫും കുറച്ച് ഫെല്ലോ അസിസ്റ്റൻസും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരത് ലാറ്റിൻ വൾഗേറ്റിൽ നിന്നും മിഡ്ലൻഡ് ഇംഗ്ലീഷ് ഡയലക്റ്റിലേക്കാണ് അവരത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ ലാറ്റിൻ വൾഗേറ്റ് ബൈബിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ അഗസ്റ്റിൻ ഓർഡർ ഹൂസ് ലൈഫ് വാസ് ലൈക്ക് എ മാർലോവിയൻ ട്രാജഡി. നിങ്ങൾ അയാളുടെ പേരെഴുതണം. മാർലോവിയൻ എന്ന് പറയുമ്പോൾ ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കറക്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ പേര് ഇപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കും. 4 ആളുകൾ ഇവിടെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ഡ്രൈഡൻ, പോപ്പ്, പിന്നെ ജോണതൻ സ്വിഫ്റ്റ് ആൻഡ് ജോൺ ഗേ. ആരെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? മാർലോവിയൻ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു മാർലോവിയൻ, ക്രിസ്റ്റഫർ മാർലോയുടെ ട്രാജഡി പോലെ സൂചിപ്പിക്കുന്ന ഒരു അഗസ്റ്റൈൻ ഓതറിനെയാണ് പറയുന്നത്. ഓക്കെ, ആരെയാണ് മെൻഷൻ ചെയ്തത്? ജോണതൻ സ്വിഫ്റ്റിനെയാണ്. ജോണതൻ സ്വിഫ്റ്റ്. കാരണം എന്താണ്? ജോണതൻ സ്വിഫ്റ്റ് ആക്ച്വലി വിക്സിനും പിന്നീട് ടോറീസിനും വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരുപാട് പ്രശസ്തമായിട്ടുള്ള വർക്കുകൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് അതിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ലാംബോണിങ് കണ്ടിട്ടുണ്ട്. കുറച്ച് സെറ്റേറിക്കൽ ആയിട്ടും വളരെ ക്രിറ്റിക്കൽ ആയിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന്റെ ഗളിവേഴ്സ് ട്രാവൽസിലും, മോഡസ് പ്രപ്പോസലിലും, ജേർണൽസ് സ്റ്റെല്ലയിലും, ഡ്രാപ്പിയേഴ്സ് ലെറ്റേഴ്സിലും, ബാറ്റിൽ ഓഫ് ബുക്സിലും, ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് അബോളിഷിംഗ് ക്രിസ്ത്യാനിറ്റി പോലെയുള്ള വർക്കുകളിലൊക്കെ വന്നിട്ടുണ്ട്. സോ അത്തരത്തിൽ ഒരു മാർലോവിയൻ ട്രാജഡിക്ക് കണക്കെ വന്നിട്ടുള്ള ഒരു ലൈഫ് ജോണതൻ സ്വിഫ്റ്റിന്റെ ആയിരുന്നു. ആൻഡ് ദിസ് ക്വസ്റ്റൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് 49. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രോസ് കോമഡി? ആദ്യത്തെ ഇംഗ്ലീഷ് പ്രോസ് കോമഡി ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. റാൽഫ് റോയ്സ്റ്റർ ജോയ്സ്റ്റർ, സെപ്പോസിസ്, ഗ്രാമർ ഗർട്ടൻസ് നീഡിൽ, റിച്ചാർഡ് സെക്കൻഡ്. ശരി ഉത്തരം ഏതാണ്? നമ്മൾ റാൽഫ് റോയ്സ്റ്റർ ജോയ്സ്റ്ററിലേക്കോ അല്ലെങ്കിൽ മറ്റതിലേക്കൊക്കെ ഇപ്പോൾ പോകും. പക്ഷെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ഇംഗ്ലീഷ് പ്രോസ് കോമഡിയാണ്, വേഴ്സ് അല്ല. ഓക്കെ, പ്രോസ് കോമഡി ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രോസ് കോമഡി എന്ന് പറയുന്നത് സപ്പോസിസ് ആണ്. അത് അരിയോസ്റ്റോയുടെ സപ്പോസിറ്റി എന്ന് പറയുന്ന വർക്കിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളതാണ്. 1566 വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് 49th ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. റോബർട്ട് മാർഖാം is actually a pseudonym of which angry young man? ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജോൺ ഓസ്ബോൺ, അതുപോലെ തന്നെ കിങ്സ്ലി ആമിസ്, അലൻ സെലിറ്റോ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണത് അല്ലെ? സോ ആരുടെയാണ് ലൈക്ക് റോബർട്ട് മാർഖം എന്ന് പറയുന്നത് ആരുടെ സ്യൂഡനിം ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ട്. ജോൺ ഓസ്ബോൺ ഉണ്ട്, കിങ്സ്ലി ആമിസ് ഉണ്ട്, അലൻ സെലിറ്റോ ഉണ്ട്, കോളിൻ വിൽസൺ ഉണ്ട്. ആരുടെ ഒരു സ്യൂഡോണിമാണ്, അപരനാമമാണ്? കിങ്സ്ലി ആമിസിന്റെ ആണ്. അദ്ദേഹത്തിന്റെ സ്യൂഡോണിമാണ് റോബർട്ട് മാർഖം എന്ന് പറയുന്നത്. അത് അദ്ദേഹം തന്റെ ഒരു വർക്ക് ആയിട്ടുള്ള കോളനൽ സൺ ഇൻ മാർച്ച് എന്ന് പറയുന്ന വർക്കിനെ മാർച്ച് 1968 അദ്ദേഹം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ഒരു നെയിമായിരുന്നു. ഓക്കെ, സോ
അത്തരത്തിൽ നിങ്ങൾ കിങ്സ്ലി ആമസിനെ കുറിച്ചൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ആ ഇൻഫർമേഷൻ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ബുക്സ് chronologically. Austria Redux, Paradise Regained, The Way of the World, Anatomy of Melancholy. Okay, so ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ Austria Redux, Paradise Regained, The Way of the World, Anatomy of Melancholy, ഇതിൻ്റെയൊക്കെ ഒരു ഓർഡർ ശ്രദ്ധിക്കുക. Anatomy of Melancholy ആണ് ആരുമായിട്ട് വരുന്നത്? 1621 ആരുടെ വർക്കാണ്? റോബർട്ട് ബർട്ടന്റെ ആണ്. അതൊരു കോമിക്കലി എഴുതിയിട്ടുള്ള ഒരു സ്കോളർലി പാരാമെഡിക്കൽ ട്രെറ്റൈസ് ആണ്. അടുത്തത് ശേഷം വരേണ്ടത് ആസ്ട്രിയ റെഡക്സ് ആണ്. അത് ജോൺ ഡ്രൈഡന്റെ ഒരു പോമാണ്. അത് ചാൾസ് സെക്കൻഡിന്റെ റെസ്റ്റോറേഷൻ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ഒരു പ്രേസിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അടുത്തത് പാരഡൈസ് റീഗെയിൻഡ് ആണ്, 1671 അല്ലെ, നിങ്ങൾക്കറിയാം. അത് ജോൺ മിൽട്ടന്റെ ആണ്. ആൻഡ് ക്രൈസ്റ്റിന്റെ ടെംപ്ടേഷനും അതുപോലെ തന്നെ ലൂക്കിന്റെ ഗോസ്പിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ദ വേ ഓഫ് ദ വേൾഡ് ബൈ വില്യം കോൺക്രീവ്, അത് റെസ്റ്റോറേഷൻ പീരീഡിലുള്ള ആ ഒരു ലൈഫിനെ സറ്റൈറൈസ് ചെയ്യുന്ന ഒരു കേസാണ്. അപ്പോൾ ഓർഡർ നോക്കൂ. ഫസ്റ്റ് അനാറ്റമി ഓഫ് മെലാങ്കലി, പിന്നെ ആസ്ട്രിയ റെഡക്സ്, പിന്നെ പാരഡൈസ് റീഗെയിൻ, പിന്നെ വേ ഓഫ് ദ വേൾഡ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഏത് ഒരു എക്സാക്ട് ഓർഡർ ആയിരിക്കും വരിക? 4, 1, 2, 3 ഈ രൂപത്തിലായിരിക്കും വരുന്നത് അല്ലെ? ഓൾറൈറ്റ്. അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് ഓർഡേഴ്സ് ക്രോണോളജിക്കലി. താഴെ പറയുന്ന ആളുകളെ നമ്മൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാം. സാമുവൽ ബെക്കറ്റ് വരുന്നു, പീറ്റർ ക്രോയിഡ് വരുന്നു, ജോൺ ഫോൾസ് വരുന്നു, ഗ്രഹാം ഗ്രീൻ വരുന്നു. നമുക്കത് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്താലോ? ആദ്യം വരുന്നത് ഗ്രഹാം ഗ്രീൻ ആണ്. അവരുടെ ജീവിത കാലഘട്ടം വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1904 to 1991 ആണ്. സാമുവൽ ബെക്കറ്റ് ആണെങ്കിൽ 1906 to 1989. അപ്പൊ ജനിച്ചത് വെച്ചിട്ട് ഏർലി ആയിട്ട് നോക്കണം. പിന്നെ ജോൺ ഫോൾസ് 1926 to 2005. പിന്നെ പീറ്റർ ക്രോയിഡ് 1949 to സ്റ്റിൽ പ്രസന്റ്. അപ്പം ഈ രൂപത്തിലായിരിക്കും നമ്മുടേത് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് 4132 എന്നുള്ളതായിരിക്കും ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് which character in the Fairy Queenie represents Mary Queen of Scots? ഫെയറി ക്യൂനിയിലെ ഏത് ക്യാരക്ടറാണ് ക്യൂൻ ഓഫ് സ്കോട്സിനെ, മേരി ക്യൂൻ ഓഫ് സ്കോട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആർക്കിമിഗോ, അബീസ, ഊന ആൻഡ് ഡ്വസ. ഡ്വസ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സോ ഡ്വസ എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ്? ഫെയറി ക്യൂനിയിലെ ബുക്ക് 1 ഫാൾസ്ഹുഡിനെ പേഴ്സോണിഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഡ്വസ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്വസയെ കുറിച്ച് മറ്റു കുറച്ച് ആസ്പെക്ടുകളും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അവര് ഫാൾസ് റിലീജിയൻ അല്ലെങ്കിൽ റോമൻ കാത്തലിക് ചർച്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. കൂടാണ്ട് മേരി ക്വീൻ ഓഫ് സ്കോട്സ് അല്ലെങ്കിൽ മേരി സ്റ്റുവാർട്ട് ആയിരുന്നു അന്നത്തെ ക്വീൻ എലിസബത്തിന്റെ ആർച്ച് റൈവൽ എന്ന് പറയുന്നത്. സോ അവരെ ബേസിക്കലി അറിയപ്പെടുന്നത് റെഡ് ക്രോസ്. ഷീ ഈസ് നോൺ ടു റെഡ് ക്രോസ് ആസ് ഫിഡസ, ദ ഓപ്പോസിറ്റ് ഓഫ് ഊന. ഊനയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിഡസ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. സോ ഡ്വസയുടെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഫെയറി ക്വീനിയെ സംബന്ധിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ സബ്സ് ഒക്കെ മനസ്സിലാക്കുക. എത്ര ബുക്സ് ഉണ്ട്, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൻഡ് അതിന്റെ പേരുകൾ എന്തൊക്കെയാണ്, അതിന്റെ നേച്ചർ എന്താണ്, അതൊരു എപ്പിക് പോമാണ്, അതിൽ എത്ര ലൈൻസ് ഉണ്ട്, എത്ര സ്റ്റാൻസാസ് ഉണ്ട്, എന്ത് തരത്തിലുള്ള സ്റ്റാൻസയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സ്പെൻസേറിയൻ സ്റ്റാൻസയാണ്, അത് അലീഗറിക്കൽ വർക്ക് ആണ്, ഇങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. ആൻഡ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണ്? വോൾട്ടറലയാണ്. അങ്ങനെയുള്ള മറ്റ് പ്രധാനപ്പെട്ട കോമ്പോസിഷനും അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷനും ഈവൻ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുക. ആൻഡ് ദിസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദിച്ചിരിക്കുന്ന കാര്യമാണ്. ആൻഡ് ക്യാരക്ടറൈസേഷനെ ബന്ധിച്ചാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അത്യാവശ്യം ഡീപ്പായിട്ട് നോക്കേണ്ട ഏരിയ ആണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം. In which of the following plays does Capulet's orchard figure? ഏത് വർക്കിലാണ് ക്യാപുലറ്റിന്റെ അവരുടെ ഓർച്ചാർഡ് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഓക്കെ, ഏത് വർക്കിലാണ് നിങ്ങളൊന്ന് പറയും? റോമിയോ ആൻഡ് ജൂലിയറ്റ്, ദ മേരി വൈഫ്സ് ഓഫ് വിൻസർ, ആസ് യു ലൈക്ക് ഇറ്റ്, പിന്നെ ഹെൻറി V. ക്യാപുലറ്റും പിന്നെ മറ്റൊരു ഇതുണ്ടായിരുന്നല്ലോ, ക്യാപുലറ്റ്സും മൊണ്ടേഗ്സും അല്ലെ? അപ്പോൾ ക്യാപുലറ്റ്സും മൊണ്ടേഗ്സും തമ്മിലുള്ള റൈവൽറി ആണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന വർക്കിന്. ക്യാപുലറ്റ് എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയില്ലേ? അത് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറയുന്ന 1597 ഒരു ട്രാജഡിയാണ്. വെറോണയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 2 സ്റ്റാർ ക്രോസ്ഡ് ലവേഴ്സ് ആണ് അവിടെ ഉള്ളത്. മൊണ്ടേഗിൽ നിന്നുള്ള റോമിയോയും ക്യാപുലറ്റിൽ നിന്നുള്ള ജൂലിയറ്റും. അതൊരു ഇറ്റാലിയൻ ടെയിലാണ്.
അത് ഇറ്റ്സ് ആക്ച്വലി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേഴ്സസ് ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് റോമിയസ് ആൻഡ് ജൂലിയറ്റ് ബൈ ആർതർ ബ്രൂക്കൻ 1562. പിന്നീട് അത് പ്രോസിലേക്ക് വീണ്ടും റീടോൾഡ് ചെയ്തിരിക്കുന്നത് വില്യം പെയിന്റർ ആണ്. അദ്ദേഹത്തിന്റെ പാലസ് ഓഫ് പ്ലഷർ എന്ന് പറയുന്ന വർക്കിലാണ് 1567 പിന്നെ ആക്ട് 2 സീൻ 2 ഓഫ് ദ പ്ലേ സെറ്റ് ഇൻ കാപ്പുലറ്റ്സ് ഓർച്ചാർഡ് വേർ ദ ലവേഴ്സ് മീറ്റ്. അവിടെയാണ് നമ്മുടെ ഈ ഡിവൈൻ ലവേഴ്സ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഈസിയാണ്. The poem The Mistress, the last and most violent expression of the love of affectation of the 17th century, is by Mistress. The Mistress എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? ജോൺസൺ, ആൻഡ്രി മാർവെൽ, എബ്രഹാം കൗലി, റിച്ചാർഡ് ലവ്ലേസ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ആരുടെ വർക്കാണ് ദ മിസ്ട്രസ് എന്ന് പറയുന്നത്? ആരുടെ വർക്കാണ്? എബ്രഹാം കൗലി. എബ്രഹാം കൗലിയുടെ വർക്കാണ് ദ മിസ്ട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ വർക്കിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. It's actually a pretty famous work by Abraham Cowley, and ഇതിന്റെ ഈ ഒരു പെർട്ടിക്കുലർ വർക്കിൽ ഹീസ് ആക്ച്വലി ട്രൈങ് ടു എക്സ്പ്രസ് ലവ് ഇൻ ദ മോസ്റ്റ് വയലന്റ് മാനർ, മിസ്ട്രസ് എന്ന് പറയുന്ന വർക്കിൽ. ആൻഡ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അത്രയ്ക്ക് അങ്ങോട്ട് സെലിബ്രേറ്റഡ് അല്ല, പക്ഷെ അത് ചില ലൈൻസ് ഒക്കെ കുറച്ച് ഫേമസ് ആണ്. ലൈക്ക് അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ലൈൻ ഉണ്ട്, ലൈക്ക് Tarry and die, why do you wear, you whose cheeks by scarlet are, why do you fondly paint pure lens over your skin that's whiter for casting a dusky cloud before a star എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു പോമാണ്. ഭയങ്കര ലെങ്തി ഒന്നല്ല, പക്ഷെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ അതിലൊരു വയലന്റ് എക്സ്പ്രഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ അതുകൂടാണ്ട് അബ്രഹാം കൗലിയുടെ മറ്റ് ഏതെല്ലാം വർക്ക്സുകൾ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം. പോയറ്റിക്കൽ ബ്ലോസംസ് വരുന്നുണ്ട്, കൂടാണ്ട് സറ്റയർ അഗെയിൻസ്റ്റ് സെപ്പറേഷനിസ്റ്റ് വരുന്നുണ്ട്, പ്യൂരിറ്റൻ ആൻഡ് പാപ്പിസ്റ്റ് സറ്റയർ വരുന്നുണ്ട്. ദ മിസ്ട്രസ്, അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് നെയിം എന്താണ്? സെവറൽ കോപ്പീസ് ഓഫ് ലവ് വേഴ്സസ് 1647 വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വയലന്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് അഫക്ടേഷൻ ഓഫ് 17th century എന്നുള്ളത് മനസ്സിലാക്കുക. എഴുതിയിരിക്കുന്നത് എബ്രഹാം കൗലി എന്നുള്ളത് മനസ്സിലാക്കുക. Okay, so that's all for the day. We'll be meeting in our upcoming session. Till then, please take care. Hey everyone, welcome back to our discussion on Mega Pre-Net More Questions. And the question noka. In which work does Jonathan Swift show a public indignation at England's indifference to Ireland? താഴെ പറയുന്ന ഏത് വർക്കിലാണ് ജോണത്തൻ സ്വിഫ്റ്റ് ഒരു പബ്ലിക് ഇൻഡിഗ്നേഷൻ കാണിക്കുന്നത്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്? ഇംഗ്ലണ്ടിന്റെ അയർലൻഡിനോടുള്ള അവഗണനയെ കുറിച്ച്. ഒരു ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് ഏത് വർക്കിലാണ്, താഴെ പറയുന്ന ഏത് വർക്കിലാണ് കാണിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. A Tale of a Tub, Drapier's Letters, Journals of Stella, and Gulliver's Travels. എന്താണ് ആൻസർ? വളരെ ഈസിയാണ്. ഡെഫിനറ്റ്ലി ഡ്രാപ്പിയേഴ്സ് ലെറ്റേഴ്സിലാണ് ഇദ്ദേഹം ഇത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു വർക്കിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഇദ്ദേഹത്തിന്റെ വർക്കാണ്. അതിൽ 7 പാംഫ്ലെറ്റ്സ് ഉണ്ട്. 1724 to 1725 വരെ എഴുതിയിരിക്കുന്ന പാംഫ്ലെറ്റുകളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ആൻഡ് ഇതിൽ ഇദ്ദേഹം കാര്യമായിട്ട് എന്താ ചെയ്യുന്നത്? there was this sort of problems against Ireland. അപ്പം അതിനെ ബന്ധിച്ചിട്ടുള്ള ഒരു കോമന്ററിയാണ് ഇദ്ദേഹം അതിൽ ചെയ്യുന്നത്. ആൻഡ് as you already know, ഇദ്ദേഹം അയർലൻഡിലെ ഡബ്ലിനിലെ സെയിന്റ് പാട്രിക്സ് കാത്തഡ്രലിലെ ഡീൻ ആയിരുന്നു. സോ ഈ ഒരു പാംഫ്ലെറ്റുകളെല്ലാം ഇദ്ദേഹം എഴുതുന്ന സമയത്ത് സ്വിഫ്റ്റ് ഹാനോവറിയൻ ഇംഗ്ലണ്ടിൽ സ്വയം തന്നെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സെൽഫ് എക്സൈലിൽ ഇദ്ദേഹം പോയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം അയർലൻഡിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. എന്നിട്ട് തന്റെ കൺട്രിയെ കുറിച്ചുള്ള ഒരുപാട് ക്രിറ്റിസിസം ഒന്നും ഇദ്ദേഹം വകവെക്കാണ്ട് ഐറിഷ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡ്രാപ്പിയേഴ്സ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു MP ഡ്രാപ്പിയർ എന്ന പേരിൽ അദ്ദേഹം എഴുതുന്ന ഒരു വർക്കാണ്. അത് അന്നൊരു പ്രൈവറ്റ്ലി മിന്റഡ് കോപ്പർ കോയിനേജ് ഉണ്ടായിരുന്നു. അപ്പം സ്വിഫ്റ്റിന്റെ കണ്ണിൽ അതൊരു ഇൻഫീരിയർ ക്വാളിറ്റിയിലുള്ള ഒരു സംഭവമാണ്, ഒരു സിസ്റ്റമാണ് ആ ഒരു മിന്റഡ് കോപ്പർ കോയിനേജ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഇമ്പോസിഷനെതിരെയായിട്ട് ഇദ്ദേഹം ആളുകൾക്കുള്ളിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. സോ അയർലൻഡിനെ ഡ്രാപ്പിയേഴ്സ് ലെറ്റേഴ്സിൽ ബ്രിട്ടനിൽ നിന്നും ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ പൊളിറ്റിക്കലിയും കോൺസ്റ്റിറ്റ്യൂഷണലിയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വർക്കിലൂടെ പ്രസന്റ് ചെയ്യുന്നത്.
ഓക്കെ. ആൻഡ് ഈ ഒരു വർക്ക് ഭയങ്കര പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ സ്യൂഡോണിം സ്വീകരിക്കേണ്ടി വരുന്നതും എം ബി ഡ്രാപ്പിയർ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ആ പണി ചെയ്താൽ അദ്ദേഹത്തിന് തിരിച്ച് പണി കിട്ടും, റിറ്റാലിയേഷൻ ലഭിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആളുകൾ ആരെങ്കിലും തിരിച്ച് അറ്റാക്ക് ചെയ്യും എന്നുള്ളത് വിചാരിച്ചുകൊണ്ടാണ്. സോ ഈ ഒരു ലെറ്റേഴ്സ് അയർലൻഡിലെ പാർലമെന്റ് പുച്ഛിച്ചു തള്ളിയെങ്കിലും പക്ഷേ യുനോ അദ്ദേഹം വിചാരിച്ചതുപോലെ ഒരു പോപ്പുലർ സെന്റിമെന്റ് ഇത് കാരണമായിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ലഭിക്കുകയുണ്ടായി. അങ്ങനെ സ്വിഫ്റ്റിനെ അവിടുത്തെ ഒരു നാഷണൽ ഹീറോ ആയിട്ട് വരെ ആളുകൾ കാണാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയുള്ള ഒരു കേസൊക്കെ ഈ ഒരു വർക്ക് മുഖേന വന്നിട്ടുള്ളതാണ്. ഓൾറൈറ്റ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 57ാമത്തെ ക്വസ്റ്റ്യൻ, ഹു പ്രൈസ് എഡിസൺ സ്റ്റൈൽ ആസ് ദ മോഡൽ ഓഫ് ദ മിഡിൽ സ്റ്റൈൽ? എഡിസന്റെ സ്റ്റൈലിനെ മോഡൽ ഓഫ് ദ മിഡിൽ സ്റ്റൈൽ എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ ജോൺസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. അലക്സാണ്ടർ പോപ്പ് ഉണ്ട്, ജോണതൻ സ്വിഫ്റ്റ് ഉണ്ട്, മാത്യു ആർണോൾഡ് ഉണ്ട്, സാമുവൽ ജോൺസൺ ഉണ്ട്. ആരാ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ ജോൺസൺ ആണ്. അദ്ദേഹം പറഞ്ഞ ആ ഒരു എക്സാക്ട് വേർഡ് ഉണ്ട്. ഹിസ് പ്രോസ് ഇസ് ദ മോഡൽ ഓഫ് ദ മിഡിൽ സ്റ്റൈൽ ഓൺ ഗ്രേവ് സബ്ജക്ട്സ് നോട്ട് ഫോർമൽ, ഓൺ ലൈറ്റ് ഒക്കേഷൻസ് നോട്ട് ഗ്രോവലിംഗ്, pure without scrupulosity and exact without apparent elaboration, always equable and always easy without glowing words or pointed sentences. എപ്പോഴും കറക്റ്റ് പാകത്തിനായിരിക്കും എന്നാണ് എഡിസന്റെ സ്റ്റൈലിനെ കുറിച്ച് ആര് പറയുന്നത്? സാമുവൽ ജോൺസൺ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ് ചോയ്സ് നോക്കുകയാണെങ്കിലും സെന്റൻസ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിലും ഡെലിവറി നോക്കുകയാണെങ്കിലും ഭയങ്കര പ്ലെയിനും അല്ല എന്നാൽ ഗ്രാൻഡും അല്ല, എപ്പോഴും ഒരു മിഡിൽ സ്റ്റേജ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മിഡിൽ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ക്ലാസിക് റെട്രിക് നോക്കുകയാണെങ്കിൽ ഹിസ് വേർഡ്സ് ആർ കൺസിഡേർഡ് മിഡിൽ സ്റ്റൈൽ. അത് പ്ലെയിൻ സ്റ്റൈലിനും ഗ്രാൻഡ് സ്റ്റൈലിനും ഇടയിലുള്ള ഒരു സ്റ്റൈലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം പണ്ടത്തെ റോമൻ ഒറേറ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പ്ലെയിൻ സ്റ്റൈൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ടീച്ചിങ്ങിനും അതുപോലെ തന്നെ ലെക്ചറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഡയലക്ടിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മിഡിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആളുകളെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ 3 പർപ്പസുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെത് മിഡിൽ സ്റ്റൈൽ ആണെന്ന് സാമുവൽ ജോൺസന്റെ ഒബ്സർവേഷൻ ആണ്. ഡോക്ടർ സാമുവൽ ജോൺസന്റെ ഒബ്സർവേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് 58. Who wrote this? Men of England, wherefore plough for the lords who lay ye low, wherefore weave with toil and care the rich robes your tyrants wear. ഷെല്ലി, വേർഡ്സ്വർത്ത്, ബൈറൺ, സദേൻ. ഇങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ? സോ ഇതാര് എഴുതിയതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഷെല്ലിയുടെ ഏത് വർക്കിലെ പോമാണ്? ഷെല്ലി, വേർഡ്സ്വർത്ത്, ബൈറൺ, സദേൻ. അപ്പൊ ഞാൻ ഉത്തരം ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു, ഷെല്ലിയുടെ വർക്കാണ്. അപ്പോൾ ഷെല്ലിയുടെ വർക്കിലുള്ള ഒരു ഓപ്പണിംഗ് ലൈനാണ് സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട്. ഹിയർ ദ പോയറ്റ് കോൾസ് അപ്പോൺ ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡു സംതിങ് അബൌട്ട് ദെയർ സ്റ്റേറ്റ് ഓഫ് ഒപ്രഷൻ. അപ്പം സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വർക്കിൽ നിന്നുള്ളൊരു ലൈനാണിത്. അവിടെ പോയറ്റ് ആളുകളെ വിളിച്ചുകൊണ്ട് അവരുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഒപ്രഷനെ കാണിച്ചു കൊടുക്കുകയാണ് എന്ത് ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിലൂടെ ഷെല്ലി ചെയ്യുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. എന്നാൽ മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന പേരിൽ മറ്റൊരു വർക്ക് വന്നിട്ടുണ്ട്. അത് PB ഷെല്ലിയുടെയാണ്. സെയിം വർക്ക്. സോറി. അതും ഇദ്ദേഹത്തിന്റെ തന്നെയാണ്. ഞാൻ PB എന്ന് പറഞ്ഞപ്പോൾ I entirely had a different notion that okay, this is someone else. Of course, I'm talking about Shelley. മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വർക്കാണ്. അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണിത്. ഓക്കെ, ആൻഡ് അത് ആക്ച്വലി ആളുകളെ ഭയങ്കര റവല്യൂഷണറി ആയിട്ട് നിങ്ങൾ ഒപ്രസ്ഡ് ആണ്, യു ഗൈസ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് whatever things you are being going through. Apo people of England, why you should work for the upper classes who are keeping you down, and why you should spend so much effort weaving the beautiful clothing your oppressors wear. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ലൈൻസുകൾ ഈ ഒരു വർക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. സോ ബേസിക്കലി ഒരു റവല്യൂഷണറി കോൾ ടു ആർംസ് ആണ്. ആയുധമെടുക്കൂ, നിങ്ങൾ അവർക്കെതിരെ പടപൊരുതൂ എന്നൊക്കെ പറയുന്ന ഒരു വർക്കാണ്. സോ അത് ഇംഗ്ലണ്ടിലെ എല്ലാ ലേബറിംഗ് പീപ്പിളിനെയും ഇദ്ദേഹം വിളിച്ചു കൂട്ടിക്കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോഴും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്? മലയാളത്തിലൊരു സിനിമയിൽ കാണുന്ന പോലെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാണ് പൈങ്കിളി എന്ന് പറയുന്ന എന്താണ് തോന്നുന്നു, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്ന വർക്കിൽ നിന്നാണ് അതെന്ന് തോന്നുന്നു. സിനിമയിൽ നിന്നാണെന്ന് തോന്നുന്നു. അതുപോലെ ഒരു റവല്യൂഷണറി കോൾ ടു ആർംസ് ആണ് നമുക്ക് ഈ ഒരു വർക്കിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തത്, വാട്ട്സ് സബ് ടൈറ്റിൽ ഓഫ് ഷാർലറ്റ് ബ്രോൺറ്റീസ് ജെയിൻ ഐറെ? ജെയിൻ ഐറയുടെ സബ് ടൈറ്റിൽ എന്താണ്? ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യണം. കാരണം ഇതിലും ഈസി ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല.
അത്രയും ക്ലാസിക് ആയിട്ടുള്ള നോവൽ, അത്രയും ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻ ഓട്ടോബയോഗ്രഫി, എ ടെയിൽ ഓഫ് ലവ്, എ ട്രാജിക് കോമഡി, വെർച്യൂ റിവാർഡഡ്. ശരി ഉത്തരം ഏതാണ്? ജെയിൻ ആരെ അൻ ഓട്ടോബയോഗ്രഫി, ഷാർലറ്റ് ബ്രോണ്ടിയുടെയാണ്. പക്ഷെ ഏത് സ്യൂഡോണിമിലാണത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഖൊറർ ബെൽ അല്ലെ? ആൻഡ് അതൊരു ബിൽഡങ്സ്ട്രോമൻ വർക്ക് ആണ്. അതിലെ ഹീറോയിന്റെ പേരും ജെയിൻ ആരെയാണ്. അവർക്ക് റൊമാൻറ്റിക് അഫെയർ ഉള്ളത് ആരുമായിട്ടാണ്? മിസ്റ്റർ റോച്ചസ്റ്റർ ആണ്. ഹി ഈസ് ആക്ച്വലി ദ ബ്രൂഡിംഗ് മാസ്റ്റർ ഓഫ് തോൺഫീൽഡ് ഹാൾ. അങ്ങനെ ഇതിൽ കുറച്ച് കഥ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി റെവല്യൂഷനൈസ് പ്രോസ് ഫിക്ഷൻ. ആൻഡ് ഒരുപാട് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ച് കമന്ററി പറയുന്നതാണ്. ആൻഡ് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആണ്. ആൻഡ് ഷാർലറ്റ് ബ്രോണ്ടിയെ നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ഹിസ്റ്റോറിയൻ ഓഫ് ദ പ്രൈവറ്റ് കോൺഷ്യസ്നെസ് എന്ന് വിളിക്കാറുണ്ട്. ഇത് പ്രത്യേകം ഓർത്ത് വെക്കുക. കൂടാണ്ട് മാർസൽ പ്രോസ്റ്റിന്റെയും ജെയിംസ് ജോയ്സിന്റെ ഒക്കെ ലിറ്റററി ആൻസിസ്റ്റർ ആണ് എന്നുള്ള തരത്തിൽ നമ്മൾ അവരെ അഡ്രസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൽ ഒരുപാട് ക്രിസ്ത്യൻ മൊറാലിറ്റി, അതുപോലെ തന്നെ സോഷ്യൽ ക്രിറ്റിസിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡീപ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് യാ, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റൊമാൻസ് നോവൽസ് ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാറുണ്ട്, ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് The Share of the Glen and the Well of Saints are plays by ആരുടെ വർക്ക്സ് ആണെന്നാണ് പറയേണ്ടത്. The Share of the Glen and Wells of Saints ആരുടെ വർക്കാണ്? ജോൺ ഗാൽസ്വർത്തി, പിന്നെ സീന കാസി, പിന്നെ ജെയിംസ് സെഞ്ച്, ദെൻ ലേഡി ഗ്രിഗറി. ഇങ്ങനെ 4 ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരി ഉത്തരം എന്താണ്? ജെയിംസ് സെഞ്ച് ആണ്. ജെയിംസ് സെഞ്ച്. ഓക്കെ, സോ ജെയിംസ് സെഞ്ചിന്റെ ഏത് വർക്കാണ്? ദ ഷെയർ ഓഫ് ദ ഗ്ലെനും വെൽ ഓഫ് സെയിൻസും ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വാസ് ജെയിംസ് സെഞ്ച്. അദ്ദേഹം ഐറിഷ് ലിറ്റററി റിവൈവലിലെ ഒരു കീ ഫിഗർ ആണ്. ആൻഡ് പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡിലെ എന്ന അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ബെസ്റ്റ് നോൺ പ്ലേ ആണ്. പക്ഷെ അന്ന് വളരെ പോർലി റിസീവ്ഡ് ആയിരുന്നു. കാരണം അന്നൊരു ബ്ലീക്ക് എൻഡിങ് ദേ ഡിഡ്ന്റ് ഫൈൻഡ് ദാറ്റ് അമ്യൂസിങ്. സോ ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, he actually co-founded Abbey Theatre with W.B. Yeats and Lady Gregory. മറ്റ് മേജർ വർക്ക്സുകൾ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻ ദ ഷാഡോ ഓഫ് ഗ്ലെൻ, റൈഡേഴ്സ് ടു ദ സീ, ദ വെൽ ഓഫ് ദ സെയിൻറ്റ്സ് ആൻഡ് ദ ടിങ്കേഴ്സ് വെഡിങ്. ഓക്കെ, ജെയിംസ് സെഞ്ചിന്റെ വർക്കാന്ന് പറഞ്ഞു. സോ ഇദ്ദേഹത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടിട്ടുള്ള കുറച്ച് 2 വർക്ക്സുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഷാഡോ ഓഫ് ദ ഗ്ലെൻ ഏത് വർഷമായിരുന്നു? 1903 ആയിരുന്നു. ദ വെൽ ഓഫ് സെയിൻസ് ഏത് വർഷമായിരുന്നു? 1905 ആണ്. അതിനിടയിൽ വരുന്ന ഒരു വർക്ക് ഉണ്ട്, ഏതാണ്? റൈഡേഴ്സ് ടു ദ സീ 1904 പിന്നെ ടിങ്കേഴ്സ് വെഡിങ് 1909 സോ ഷാഡോ ഓഫ് ദ ഗ്ലെന്റെ പ്രത്യേകത എന്താ? അതൊരു 1 ആക്ട് പ്ലേ ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ പ്ലേസിൽ ഏറ്റവും ആദ്യമായിട്ട് സ്റ്റേജ് പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് ഈ ഒരു പ്ലേ ആണ്. ഒരു ഐസൊലേറ്റഡ് വിക്ലോ എന്ന് പറയുന്ന ഒരു കൗണ്ടിയിലാണ് ഇത് പെർഫോം ചെയ്തിരിക്കുന്നത്. സെറ്റിംഗ് അവിടെയാണ്. പിന്നെ വെൽ ഓഫ് സെയിൻസിന്റെ പ്രത്യേകത എന്താണ്? അത് ആബി തിയേറ്ററിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ സെറ്റിങ്ങിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ടേം തന്നെയുണ്ട്. സം ലോൺലി മൗണ്ടനസ് ഡിസ്ട്രിക്ട് ഇൻ ദ ഈസ്റ്റ് ഓഫ് അയർലൻഡ് 1 or more centuries ago എന്നാണ് ആ സെറ്റിങ്ങിനെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് റൈഡേഴ്സ് ടു ദ സീ പ്രറ്റി ഫേമസ് ആണ്, വിച്ച് യു ഓൾറെഡി നോ. അത് ഡബ്ലിനിലാണ് ഐറിഷ് നാഷണൽ തിയേറ്റർ സൊസൈറ്റിയിൽ മോൾസ്വർത്ത് ഹാളിലാണ് ഫസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അതൊരു 1 ആക്ട് ട്രാജഡി ആണ്. അത് ഇനിഷ്മാൻ ഇൻ ദ ആരൺ ഐലൻഡ്സിൽ വെച്ചിട്ടാണ് അതിന്റെ ഒരു സെറ്റിംഗ് വരുന്നത്. ഓക്കെ, ക്രൂവൽ ആയിട്ടുള്ള സീക്കെതിരെ ഹൗ ദിസ് റിലൻലെസ് പീപ്പിൾ ആർ ആക്ച്വലി സ്ട്രഗ്ലിംഗ്, അല്ലെങ്കിൽ ഹൗ ദേ ആർ ആക്ച്വലി ഗ്രീവിങ്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, Who is the author of the novel Jill set in Oxford during Second World War? ജിൽ എന്ന് പറയുന്ന നോവലിന്റെ ഓതർ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആരാണ് മനസ്സിലായിരിക്കുന്നത്? കിങ്സ്ലി ആമിസ്, ഫിലിപ്പ് ലാർക്കിൻ, ഡിലൻ തോമസ് ആൻഡ് ടെഡ് ഹ്യൂഗ്സ്. ഇത് ആക്ച്വലി ഒരു പോയറ്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം നോവൽസും എഴുതിയിട്ടുണ്ട്. ഫിലിപ്പ് ലാർക്കിൻ ആണ് ജിൽ എന്ന് പറയുന്ന നോവലിന്റെ ഓത്തർ എന്ന് പറയുന്നത്. ഓക്കെ, അത് 1946 ഇതിന്റെ ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 1946. ഓക്കെ, അന്ന് ഫോർച്യൂൺ പ്രസ് ആയിരുന്നു ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫേബർ ആൻഡ് ഫേബർ റീപ്രിന്റ് ചെയ്തു.
1946 പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് എഴുതുന്ന സമയത്ത് ഇദ്ദേഹം വെറും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാർ ടൈം ഓക്സ്ഫോർഡിലാണ് ഇതിന്റെ സെറ്റിംഗ് വരുന്നത്. ആൻഡ് അതിലെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ളത് ജോൺ കെംപ് എന്ന് പറയുന്ന ഒരു യങ് മാൻ ആണ്. ഹീസ് ഫ്രം ഹഡൽസ്ഫോർഡ് ഇൻ ലാങ്കാഷെയർ. അവർ പിന്നീട് ഓക്സ്ഫോർഡിലേക്ക് പോകുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ജിൽ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫിലിപ്പ് ലാക്കിനെ നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആണ്, ജാസ് ക്രിറ്റിക് ആണ്, ലൈബ്രറിയൻ ആണ്, നോവലിസ്റ്റ് ഒക്കെയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. നോർത്ത് ഷിപ്പ്, പിന്നെ ജിൽ നോവൽ വരുന്നുണ്ട്. പിന്നെ ഗേൾ ഇൻ ദ വിന്നർ എന്ന് പറയുന്ന 1947 ജില്ലിന് ശേഷം വന്നതാണ് 1947 എ ഗേൾ ഇൻ വിന്റർ. പിന്നെ ഇദ്ദേഹം അധികമായിട്ട് അങ്ങ് സെലിബ്രേറ്റഡ് ആവുന്നത് ഇദ്ദേഹത്തിന്റെ കുറച്ച് കളക്ഷൻ ഓഫ് പോംസ് വരുന്നതോട് കൂടിയാണ്. ലൈക്ക് ദ ലെസ് ഡിസീവ്ഡ്, പിന്നെ ദ വിറ്റ്സ് ആൻഡ് വെഡിങ്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വൺ 1964 പിന്നെ ഹൈ വിൻഡോസ് 1974 വരുന്നുണ്ട്. പിന്നെ ജില്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ആൻഡ് ജിൽ എന്ന് പറയുന്നത് കിങ്സ്ലി ആമിസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അങ്ങനെ ആമിസിന്റെ ലക്കി ജിം ഫിലിപ്പ് ലാക്കിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബന്ധം നിങ്ങൾ നോട്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്തത് Roman à clef is a French term that means a romantic novel, a verse novel, a novel without an end, a novel with a key. എന്താ പറഞ്ഞിരിക്കുന്നത്? റൊമാൻ എ ക്ലെഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഒരു എക്സാക്ട് അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? എ നോവൽ, അവിടെ റിയൽ പീപ്പിൾ ഓർ ഇവന്റ്സ് അപ്പിയർ വിത്ത് ഇൻവെന്റഡ് നെയിംസ്. അതായത് സ്വന്തമായിട്ട് പുതിയ നെയിംസ് കണ്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ടൈപ്പ് നോവലാണ്. പക്ഷെ ആ ഒരു ടേമിന്റെ, ആ ഫ്രഞ്ച് ഫ്രേസിന്റെ അങ്ങനെ തന്നെയുള്ള ഒരു പേരെന്താണ്, മീനിങ് എന്താണെന്ന് ചോദിക്കുന്നത്. നോവൽ വിത്ത് എ കീ എന്നാണ്. റൊമാൻ എ ക്ലെഫ്, നോവൽ വിത്ത് എ കീ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ this kind of literary meaning is quite interesting because അത് നമ്മുടെ ആ റിയൽ ലൈഫിനെ എങ്ങനെ ഫിക്ഷണൽ ഔട്ട്ഫിറ്റിൽ പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞതുപോലെ, അതായത് റിയൽ ആയിട്ടുള്ള ആളുകൾ ഒരു ഇൻവെന്റഡ് നെയിംസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു. ലൈക്ക് ഇംപേഴ്സണേറ്റഡ് ഐഡന്റിറ്റി പോലെ അവർ പ്രസന്റ് ചെയ്യുന്നു. അപ്പം റിയൽ ലൈഫിനെ ഫിക്ഷണൽ ഔട്ട്ഫിറ്റിൽ പ്രസന്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതാണ്. അപ്പോൾ ആ ഒരു നോവലിലുള്ള ഫിക്ടീഷ്യസ് നെയിംസ് എല്ലാം റിയൽ പീപ്പിളിനെ, റിയൽ ആളുകളെയൊക്കെ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. സോ അവിടെയുള്ള കീ എന്ന് പറയുന്നത് എന്താണ്? ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നോൺ ഫിക്ഷൻ ആൻഡ് ഫിക്ഷൻ, അല്ലെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാക്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു കീ മേ ബി പ്രൊഡ്യൂസ് സെപ്പറേറ്റ്ലി ബൈ ദ ഓതർ, അല്ലെങ്കിൽ ആ ഒരു കീ പിന്നീട് അദ്ദേഹം ഇംപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ചില എപ്പിഗ്രാഫ്സിലൂടെയോ അല്ലെങ്കിൽ ചില ലിറ്റററി ടെക്നിക്സിലൂടെയൊക്കെ ആയിരിക്കും. അതിന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസും വരുന്നുണ്ട് കേട്ടോ. ലൈക്ക് ദ മൂൺ ആൻഡ് സിക്സ്പെൻസ്, ക്രോം യെല്ലോ, സൺ ആൾസോ റൈസസ്, പോയിന്റ് കൗണ്ടർ പോയിന്റ്, ആനിമൽ ഫാം പോലെയുള്ളതൊക്കെ ഇതിന് നല്ലൊരു മികച്ച ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടൈറ്റിൽ ഓഫ് എ വുമൻ കിൽ വിത്ത് കൈൻഡ്നെസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. എ വുമൻ കിൽ വിത്ത് കൈൻഡ്നെസ്, എ വുമൻ കിൽ വിത്ത് കൈൻഡ്നെസ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആന്റിതെസിസ്, പാരഡോക്സ്, ഐറണി, പൺ. അത് ആക്ച്വലി ആരാ എഴുതിയിരിക്കുന്നത്? തോമസ് ഹേവഡിന്റെ വർക്ക് ആണ്. സോ ഇതില് എന്താ ഉദ്ദേശിക്കുന്നത്? In a woman killed with kindness, a man discovers and punishes his wife's adultery. So അദ്ദേഹം അഡൾട്ടറി ചെയ്തിട്ടുള്ള, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ഒരു സ്ത്രീയെ ശിക്ഷിക്കുകയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? എ വുമൻ കിൽ വിത്ത് കൈൻഡ്നെസ്. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവരെ മോശമായിട്ടുള്ള രൂപത്തിൽ പണിഷ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ടൈറ്റിൽ കൊടുത്തത് നോക്കൂ, എ വുമൻ കിൽ വിത്ത് കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ അല്ലേ? അതുകൊണ്ട് ശരിയുത്തരം എന്താ വരുന്നത്? അതൊരു പാരഡോക്സ് ആണ്. ഓക്കെ, പക്ഷെ അതേസമയം എന്താണ് ആന്റിതെസിസ്, എന്താണ് പാരഡോക്സ്, എന്താണ് ഐറണി, എന്താണ് പൺ എന്നുള്ളത് വ്യക്തമായിട്ട് വേർതിരിച്ചറിഞ്ഞാലേ ഇത് പാരഡോക്സ് ആണെന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. വാട്ട് ഈസ് മെന്റ് ബൈ എ ഫെമിനിൻ എൻഡിങ് ഓഫ് എ ലൈൻ ഓഫ് വേർഡ്സ്? എ ഫെമിനിൻ എൻഡിങ് ഓഫ് എ ലൈൻ ഓഫ് വേർഡ്സ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഒരു ലൈനിങ്ങിന്റെ ഒരു ലൈനിന്റെ എൻഡിൽ എങ്ങനെയാണ് ഫെമിനിൻ എൻഡിങ് ആണെന്ന് മനസ്സിലാവുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്കുലിൻ റൈമിങ്ങും ഫെമിനിൻ റൈമിങ്ങും എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ്കുലിൻ എന്ന് പറഞ്ഞാൽ മെയിൽ റൈം ആണെങ്കിൽ അവർ ആദ്യം സ്ട്രെസ് ചെയ്യത്തേ ഇല്ല, പിന്നെ അവസാനം വന്നിട്ട് ഒറ്റ സ്ട്രെസ് ആയിരിക്കും.
വിച്ച് മീൻസ് അവരുടെ ലൈൻസ് എൻഡ് ചെയ്യുന്നത് സ്ട്രെസ്ഡ് ആയിട്ടാണ്. പക്ഷെ സ്ത്രീകൾ ഓൾറെഡി സ്ട്രെസ് ചെയ്തു, പിന്നെ അത് എൻഡ് ചെയ്യുന്നത് ആദ്യമേ അവർക്ക് സ്ട്രെസ് ചെയ്യാനുള്ളത് സ്ട്രെസ് ചെയ്യും, പിന്നെ അവർക്ക് മൊത്തം അൺസ്ട്രെസ്ഡ് ആയിരിക്കും. പിന്നെ അവർ സ്ട്രെസ് ചെയ്യാൻ നിൽക്കില്ല, ആദ്യമേ അവർ സ്ട്രെസ് ചെയ്യും, പിന്നെ അവർക്ക് സ്ട്രെസ്സിങ് ഇല്ല. ആ ഒരു നമ്മളെ ഒരു ജെൻഡറിന്റെ പേരിൽ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവത്തെ വെച്ചിട്ട് തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഫെമിനിൻ എൻഡിങ് എന്ന് പറയുമ്പോൾ അൺസ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും. ക്ലോസിങ് വിത്ത് എൻ എക്സ്ട്രാ അൺസ്ട്രെസ് സിലബിൾ ആയിരിക്കും. മെയിൽ മാസ്കുലിൻ റൈം ആണെങ്കിൽ അതിന്റെ എൻഡിങ് അങ്ങനെ വരും, സ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം മറക്കരുത്, അൺസ്ട്രെസ്ഡ് സിലബിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. W.H. Longfellow and J.R. Lowell are called the vagabond poets, revolutionary poets, Brahmin poets, അല്ലെങ്കിൽ sage poets. അപ്പൊ നമ്മൾ ബ്രാഹ്മൺ പോയിറ്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ബോസ്റ്റൺ ബ്രാഹ്മൺ പോയിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്ട് ഒരു റൊമാൻറ്റിക് പീരീഡിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. സോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഹെൻറി ലോങ്ഫെല്ലോ, ഒലിവർ വെന്റൽ ഹോംസ്, ജെയിംസ് റസൽ ലോവൽ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇതിൽ വരുന്നുണ്ട്. സോ ബ്രാഹ്മിൻ പോയിറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ മറ്റ് കാറ്റഗറീസും അറിഞ്ഞിരിക്കണം. ആരാണ് വാഗബോണ്ട് പോയിറ്റ്സ്, ആരാണ് റെവല്യൂഷണറി പോയിറ്റ്സ്, ആരാണ് സേജ് പോയിറ്റ്സ് എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബോസ്റ്റൺ ബ്രാഹ്മൺ എന്ന് പറയുന്നത് ബോസ്റ്റണിലെ ഒരു ട്രഡീഷണൽ അപ്പർ ക്ലാസ് ആണ്. സോ ആ ഒരു ക്ലാസ്സിലുള്ള ആളുകളെയാണ് നമ്മൾ ബേസിക്കലി ബ്രാഹ്മിൻസ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അവർ ഭയങ്കര ഹൈലി, വളരെ ഡിസ്ക്രീറ്റ് ആയിരിക്കും, ഭയങ്കര ഇൻകോൺസ്പിക്വസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, ഭയങ്കരമായിട്ടൊരു ഡിഗ്നിറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. സോ അത് അന്നത്തെ അവിടുത്തെ ഒരു ഫിസീഷ്യൻ ആയിട്ടുള്ള ആൻഡ് റൈറ്റർ ആയിട്ടുള്ള ഒലിവർ വെന്റൽ ആണ്. ഒലിവർ വെന്റൽ ഹോംസ് ആണ് അത്തരത്തിലുള്ള ഒരു നെയിമിംഗ് നൽകുന്നത്. അത് അറ്റ്ലാന്റിക് മന്ത്ലിക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സാഹചര്യത്തിലാണ് 1860 അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ എന്താണ്, നമ്മുടെ ട്രഡീഷണൽ ഹിന്ദു സിസ്റ്റം ഓഫ് കാസ്റ്റസിലെ ഹയസ്റ്റ് റാങ്കിങ് കാസ്റ്റിനെയാണ് നമ്മൾ ബ്രാഹ്മിൺ എന്ന് പറയുന്നത്. US അത് അവിടുത്തെ ഓൾഡ് വെൽത്തി ന്യൂ ഇംഗ്ലണ്ട് ഫാമിലീസ് ഓഫ് ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റന്റ് ഒറിജിൻ, അവരെയാണ് നമ്മൾ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ ബ്രാഹ്മിൺസ് എന്ന് വിളിക്കുന്നത്. സോ ബ്രാഹ്മിൺസ് പോയറ്റ് എന്ന് പറയുന്നത് ന്യൂ ഇംഗ്ലണ്ട് റൈറ്റേഴ്സിനെയാണ്, കുറച്ച് പ്രോമിനന്റ് ന്യൂ ഇംഗ്ലണ്ട് റൈറ്റേഴ്സിനെയാണ്, ലൈക്ക് ഇൻക്ലൂഡിങ് ഒലിവർ വെന്റൽ ഹോംസ്. പിന്നെ ആർക്ക് വരുന്നുണ്ടോ? ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, ജെയിംസ് റസൽ ലോവൽ. ഇവരൊക്കെ അവിടെയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റിക് ഫാമിലീസിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളാണ്. ആൻഡ് ദേ വർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. ഈ ഒരു കാര്യം കൂടി നോട്ടീസ് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് The Great Gatsby, a 1925 novel that critiques the American dream, is by direct questions ആണല്ലോ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, ഫ്രാൻസിസ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്, എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡ്, വില്യം ഫോക്നർ. ശരി ഉത്തരം പറഞ്ഞോളൂ. ഗ്രേറ്റ് ഗാറ്റ്സ്ബി, ഫ്രാൻസിസ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്. ഒരിക്കലും മറക്കരുത്, ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറയുന്ന വർക്ക് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ആൻഡ് ഈ വർക്കുമായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഫിറ്റ്സ്ജെറാൾഡിന്റെ വർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാം, 1925 പബ്ലിക്കേഷൻ ആണെന്ന് അറിയാം. ആൻഡ് ജാസ് ഏജിൽ ലോങ് ഐലൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് ആണെന്ന് അറിയാം, ഇൻ ന്യൂയോർക്ക് സിറ്റി, നിയർ ന്യൂയോർക്ക് സിറ്റി. അതിൽ ഫസ്റ്റ് പേഴ്സൺ നറേറ്റർ ആണ്, നിക് കാരവേ ആണ് അതിലെ പ്രധാനപ്പെട്ട നറേറ്റർ എന്നറിയാം. പിന്നെ ഇവിടെ ജെയ് ഗാറ്റ്സ്ബി എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് മില്ലനെയർ ഉണ്ട്. ആൻഡ് അദ്ദേഹത്തിന് എന്തുണ്ട്, ഫോമൽ ലവർ ആയിട്ടുള്ള ഡെയ്സി ബുക്കനാനുമായിട്ടുള്ള ഒരു ഒബ്സഷൻ ഉണ്ട്. അങ്ങനെ ഒരു പ്ലോട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? സോ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് അന്നത്തെ ജാസ് ഏജ് അല്ലെങ്കിൽ റോറിംഗ് 20s എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ ഒരു ക്യാപ്ചറിംഗ് ആണ് ഈ ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്. ശ്രദ്ധിക്കുക. പിന്നെ ചീഫ് നാങ്ക is a minister of culture representing the old style politics in the novel. ഏത് വർക്കിലാണ്? A man of the people, no longer at ease, arrow of God, things fall apart. ഏത് വർക്കിലാണ്? ആരുടെ വർക്കാണ്? A man of the people. സോറി, ഏത് വർക്കാണ്? No longer at ease, arrow of God,
തിങ്സ് ഫാൾ അപ്പാർട്ട് ഡെഫിനറ്റ്ലി എ മാൻ ഓഫ് ദ പീപ്പിൾ. അത് 1966 ഒരു സറ്ററിക്കൽ നോവലാണ്. ആരെഴുതിയിരിക്കുന്നതാണ്? ചിനുവ അച്ചീബിയുടെ വർക്കാണ്. ആൻഡ് അതിൽ ഓഡിലി എന്ന് പറയുന്ന ഒരു യങ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണിത് പറയുന്നത്. അവിടെ ചീഫ് നാങ്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫോമർ ടീച്ചർ വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ ഒരു ആഫ്രിക്കൻ കൺട്രിയിലെ ഒരു ചീഫ് പൊളിറ്റീഷ്യനാണ്. സോ ഒഡീലി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഇന്റലക്ച്വൽ ന്യൂ ജനറേഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചീഫ് നാങ്ക അവിടുത്തെ ട്രഡീഷണൽ റൂളിംഗ് ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. കൂടാണ്ട് ഇത്തരത്തിലൊരു പ്ലോട്ടിലാണ് ഇതിന്റെ ഒരു കഥ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. സോ ഈ ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾ മാൻ ഓഫ് ദ പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വയ്ക്കുക. ഓക്കെ, റിട്ടൺ ബൈ ഹോം? ചിനുവ അച്ചീബി. ചിനുവ അച്ചീബിയുടെ മറ്റ് പ്രധാനപ്പെട്ട വർക്കുകൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ബേസിക്കലി ഒരു സറ്ററിക്കൽ പീസ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ആൻഡ് ആ ഒരു യങ് ജനറേഷനും ഓൾഡ് ജനറേഷനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം നാട്ടിലെ ആ ഒരു കസ്റ്റംസ് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. സോ ആ ഒരു കസ്റ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് നാങ്കയാണ്. സോ ഇദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. വർഷം ഏതായിരുന്നു? 1966 ഈ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Who among the following writers is from Kenya? കെനിയയിൽ നിന്ന് താഴെ പറയുന്നവരിൽ ആരാണ് ഉള്ളത്? ചിനുവ അച്ചീബി, ഗബ്രിയൽ ഒക്കാര, നദീൻ ഗോർഡിമർ, എൻഗൂഗി വ തിയോങ്കോ. നോ ഡൗട്ട് എൻഗൂഗി വ തിയോങ്കോ അല്ലെ. അച്ചീബി ഒക്കാരൊക്കെ നൈജീരിയയാണ്, ഗോർഡിമർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. സോ എൻഗൂഗി വ തിയോങ്കോയുടെ ഒരുപാട് വർക്ക്സുകൾ നിങ്ങൾക്ക് അറിയാലോ, ലൈക്ക് വീക്ക് നോട്ട് ചൈൽഡ്, അത് പ്രതി ഫേമസ് ആണ്. മൗമൗ റിബലിയനിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ഗ്രെയിൻ ഓഫ് വീറ്റ്, അത് റേഷ്യൽ ഇഷ്യൂസ് ആണ്. മറ്റൊരു നോവൽ റിവർ ബിറ്റ്വീൻ, അത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ട്രഡീഷണൽ വേസ്. അങ്ങനെയുള്ള കുറച്ച് വർക്ക്സുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നുണ്ട്. സോ എൻഗൂഗി വ തിയോങ്കോയെ കുറിച്ച് കുറച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. മറ്റൊന്ന് ബേസിക് അല്ല, അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. അടുത്തത് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ് വാസ് പ്രപ്പോസഡ് ബൈ. ആരാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? മൈക്കൽ ഒൻടാജി, നോർത്രോപ്പ് ഫ്രൈ, മാർഷൽ മക്ലൂഹാൻ ആൻഡ് ലിൻഡ ഹച്ചൻ. ആരാണ്? മാർഷൽ മക്ലൂഹൻ ആണ്. അദ്ദേഹം ഒരു കനേഡിയൻ ഫിലോസഫർ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിയറിയാണ്. സോ അദ്ദേഹത്തിന്റെ വളരെ ഒരു കോർണർ സ്റ്റോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു തിയറിയാണ് സ്റ്റഡി ഓഫ് മീഡിയ തിയറി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു ടേം തന്റെ പുസ്തകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് പുസ്തകത്തിലായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ദ ഗുറ്റൻബർഗ് ഗാലക്സി, ദ മേക്കിംഗ് ഓഫ് ടിപ്പോഗ്രാഫിക് മോൺ എന്ന് പറയുന്ന ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മീഡിയ എന്ന് പറയുന്ന മറ്റൊരു വർക്ക്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ടേം എങ്ങനെയാണ് ഈ ഒരു എൻറ്റയർ ഗ്ലോബിലെ വില്ലേജസ് എല്ലാം ഒരു ഇലക്ട്രിക് ടെക്നോളജിയിൽ കാരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. ഓക്കെ, നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്, അതായത് മോഡേണിസം വന്നത് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. മാർഷൽ മക്ലൂഹന്റെ ടേം ആണിത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾറൈറ്റ്. ശേഷം അടുത്ത ക്വസ്റ്റ്യൻ. The play A Dance of the Forest, very famous, is a half satirical celebration of Nigerian independence written by ആരാണ് എഴുതിയിരിക്കുന്നത്? വോൾസോയിങ്ക, ചിനുവ അച്ചീബി, ഒലിവ് സ്ക്രെയിനർ, ജെ പി ക്ലാർക്ക്. ആരുടെ വർക്കാണ്? വോൾസോയിങ്കയുടെ വർക്കാണ്. ഡാൻസ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വോൾസോയിങ്കയുടെ ഒരു വർക്കാണ്. ഇറ്റ്സ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ യൊറൂബ കൾച്ചർ. ആൻഡ് അത് ഈ ഒരു വർക്കാണ് പിന്നീട് 1960 നൈജീരിയയുടെ ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ചെയ്ത് എഴുതിപ്പിച്ചിട്ടുള്ള ഒരു വർക്കാണ്. സോ ഈ ഒരു വർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആഫ്രിക്കന്റെ പാസ്റ്റ് പറയുന്നുണ്ട്. കൂടാണ്ട് പണ്ട് പാസ്റ്റിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകളൊന്നും നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഹ്വാനം ഡാൻസ് ഓഫ് ദ ഫോറസ്റ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ പറഞ്ഞിട്ടുള്ള ഏതാനും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? വോൾസോയിങ്കയുടെ ഈ ഒരു വർക്കുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഓർത്ത് വെക്കുക. ആൻഡ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നൈജീരിയൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് സെലിബ്രേഷന് വേണ്ടിയിട്ട് 1960 സമയത്തായിരുന്നു അതിന് വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ അത് എന്തിന് എന്നുള്ളത് ആലോചിക്കുക. ആ ഒരു സംഭവം എക്സാക്ട്ലി ഇങ്ങനെയാണ് കോട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് പ്രസന്റഡ് അറ്റ് ദ നൈജീരിയൻ ഇൻഡിപെൻഡൻസ് സെലിബ്രേഷൻസ് ഇൻ 1960. ഇറ്റ് denigrated the glorious African past and warned Nigerians and all Africans that their energies henceforth should be spent trying to avoid repeating the mistakes that have already been made. In a quote kandittu oru question kandal, definitely you guys have to understand that this is actually from the Dance of the Forest. Okay, and മറ്റൊരു കാര്യം, ഇദ്ദേഹം നെഗ്രിറ്റ്യൂഡ് മൂവ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. കൂടാണ്ട് പ്രീ കൊളോണിയൽ നൈജീരിയയുടെയും ആഫ്രിക്കയുടെയും മാസീവ് ആയിട്ടുള്ള ആ ഒരു ഗ്ലോറിഫിക്കേഷനും ഇദ്ദേഹം എതിരെയായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇഷ്യൂസിനെ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം
എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് പ്രീ കൊളോണിയൽ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ അത്ര മഹത്തരമൊന്നും ആയിരുന്നില്ല. അതിൽ ഒരുപാട് ചേഞ്ചസ് സ്റ്റിൽ ആവശ്യമുണ്ട്. സോ പല ഡെഡ് ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്നുകൊണ്ടും കുറെ ഫ്ലാഷ് ബാക്സുകൾ യൂസ് ചെയ്തുകൊണ്ടും ഇദ്ദേഹം ഈ ഒരു കാര്യത്തെ കാര്യമായിട്ട് ഇദ്ദേഹം അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, so that's all about our today's discussion. ബാക്കിയുള്ള remaining 30 questions we will be discussing in our next sequel. Till then, please take care. Have a great day ahead, everyone.